കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ മുന്നിലാണ് ഇന്നുള്ളത്. വയനാട്ടിലെ 2 ഗ്രാമങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി ഇതുവരെ കേരളം കാണാത്ത വിധത്തിലുള്ള വലിയൊരു ഉരുൾപൊട്ടലിൻ്റെ ഒഴുക്കിൽ ഇല്ലാതായിരിക്കുന്നു. മരണസംഖ്യ മണിക്കൂറുകൾ കണക്കിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാണാതായവരുടെ എണ്ണം ഏതാണ്ട് ഇപ്പോഴും 200-ലധികമാണ്. മരണസംഖ്യ എത്ര മാത്രം വളരും എന്നുള്ള കാര്യത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നു. 2 പ്രദേശങ്ങളിലായിട്ട് ഏതാണ്ട് 4000-ഓളം മനുഷ്യർ അവരിതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന പ്രദേശത്ത് നിന്ന് പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. അവരിപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ജീവിക്കുന്നത്. അവർ ഇതുവരെ ജീവിച്ച സ്ഥലത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമോ എന്ന് അവർക്ക് തിട്ടമില്ല. രക്ഷാപ്രവർത്തനം തന്നെയും തീർത്തും ദുഷ്കരമായ ഒരു കാര്യമായി തുടരുകയാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാൻ കഴിയുന്നില്ല. എത്തിപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് തന്നെ മണ്ണോ കല്ലോ നീക്കം ചെയ്തുകൊണ്ട് അതിനടിയിൽ മനുഷ്യർ അകപ്പെട്ടിട്ടുണ്ടോ, ജീവജാലങ്ങളുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഇപ്പോഴുമുള്ളത്. എത്ര ദിവസം നീളും ഈ രക്ഷാദൗത്യം എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. മുൻകാലത്ത് ഇതുപോലെയുള്ള ഉരുൾപൊട്ടലിൻ്റെ അനുഭവങ്ങൾ കണക്കിലെടുത്താൽ ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ ഈ രക്ഷാദൗത്യം നീണ്ടുപോയേക്കാം എന്ന് ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകൾ പറയുന്നു. അതിനുശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ വ്യാപ്തിയും ആഘാതവും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ മേഖലകളെക്കുറിച്ച് പഠിക്കുന്ന ശ്രീധർ രാധാകൃഷ്ണനും കേരളത്തിലെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച്, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച്, കാലാവസ്ഥാ പ്രവചന കാര്യങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ജംഷാദുമാണ്. ആ മേഖലയിൽ അവർക്കൊരു ഗ്രൂപ്പുമുണ്ട്. 2 പേർക്കും സ്വാഗതം. ദ എയ്ഡും റിസാല അപ്ഡേറ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രത്യേക ഡിസ്കഷനിലേക്ക്. നമുക്കിപ്പോൾ ഇതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് സംസാരിക്കാമോ എന്നറിയില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഉചിതമാണോ എന്നറിയില്ല. നമ്മളിവിടെ നമ്മളുടെ സുരക്ഷിതവും സ്വസ്ഥവുമായ ഇടത്തിലിരുന്നു കൊണ്ടാണ് നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. മനുഷ്യർ അവിടെ ദുരന്തത്തിൽപ്പെട്ടവരുണ്ട്, ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതം കൈവിട്ടുപോയ മനുഷ്യരുണ്ട്, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ട്. ഇവരോടൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ സംസാരിക്കുന്നത് തന്നെ നീതിയാണോ എന്ന ചോദ്യവുമുണ്ട്. എങ്കിൽ പോലും മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമുക്ക് പല പേരുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ അമ്പൂരി, പശുക്കടവ്, അതുപോലെ കവളപ്പാറ, അങ്ങനെ പല പേരുകൾ, ഉരുൾപൊട്ടലിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ പല കാലങ്ങളിലായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ശ്രീധർ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതുപോലെ ഒരു അതിഭീകരമായ ഒരു ദുരന്തം കേരളം ഇതിനു മുമ്പ് ഒരു പ്രകൃതി ദുരന്തമായി അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് താങ്കൾ പറഞ്ഞൊരു കാര്യത്തിന്റെ പുറത്തൊന്നിച്ചിട്ടായിട്ട് റിഫ്ലക്ട് ചെയ്യട്ടെ. നമ്മൾ അവിടെ ഒരു ദുരന്തം നടന്നു എന്നുള്ളത് ഇപ്പോ യാഥാർത്ഥ്യമാണ്. അതിന്റെ ഒരു ദുരന്ത നിവാരണവും മറ്റ് രക്ഷാപ്രവർത്തനവും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ ഇന്നത്തെ കിടപ്പ്, കേരളം ഇന്ന് അനുഭവിക്കുന്ന പാരിസ്ഥിതിക കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങൾ, ഇനി വരാൻ സാധ്യതയുള്ള അനേകമായിരം ദുരന്തങ്ങൾ. കാരണം ആ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞു നിൽക്കുന്ന ഒരു മഴ വല്ലാതെ നമ്മൾക്ക് 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് കിട്ടുന്ന മഴയൊക്കെ 2-3 ദിവസം കൊണ്ട് പെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മണ്ണിനും ഒരു ഭൂമിക്കും ഒരു മനുഷ്യനും താങ്ങാൻ പറ്റുന്നതല്ല. അതിന്റെ ഒരു ഫലമാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഇന്നവർ നാളെ നമ്മൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പോ നമ്മളപ്പോ അവരിൽ നിന്ന് മാറി നിന്നിട്ടല്ല നമ്മൾ ഇതൊക്കെ പറയുന്നത്. അവരിൽ നിന്നും അവരോടൊപ്പം തന്നെ അവരുടെ ഒരാളായിട്ട് തന്നെ നിന്ന് വേണം നമ്മളിത് കാണാനായിട്ട്. എന്നാലും നമുക്ക് ഈ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. 2, നമുക്ക് ഇത് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി, പതിറ്റാണ്ടുകളായി ഈ മാറ്റം ചെറുതായിട്ടെങ്കിലും നമ്മൾ കാണാൻ തുടങ്ങി. പക്ഷേ 2017 നമുക്കൊരു ഓക്കി വന്നപ്പോൾ 2018 നമുക്കൊരു പ്രളയം, വല്ലാത്തൊരു പ്രളയം വന്നപ്പോൾ അത്രയും വലിയൊരു ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ 100 വർഷം മുമ്പ് എന്നൊക്കെ പറയുന്ന ഒരു പ്രളയത്തെ കുറിച്ച് പറയുമ്പോഴും അടുത്ത കാലത്ത് നമ്മളുടെ ഓർമ്മയിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മളുടെ 2018 വൻ പ്രളയമായിരുന്നു, മഹാപ്രളയം എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് എല്ലാ വർഷവും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരുന്നു.
അത് ഉരുൾപൊട്ടലുകൾ നമുക്കുണ്ടായിട്ടുണ്ട്, ലാൻഡ് സ്ലൈഡ്സ് നമുക്കുണ്ടായിട്ടുണ്ട്, നമുക്ക് പലയിടങ്ങളിൽ നമുക്ക് ഫ്ലഡിങ് ഉണ്ടായിട്ടുണ്ട്. ഈ വർഷവും നമുക്ക് ഒരുപാട് ഫ്ലഡിങ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഇത് ബാധിക്കപ്പെടും. നമ്മളിപ്പോ ഈ വിഷയത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ലാൻഡ് സ്ലൈഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഉരുൾപൊട്ടലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, താങ്കൾ പറഞ്ഞതുപോലെ അമ്പൂരിയിൽ ഒരു വൻ ഉരുൾപൊട്ടലാണ്. അപ്പോ നമ്മൾ സെർച്ചൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഏതാണ് കേരളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അമ്പൂരി എന്ന് പറയും. ഇനി അത് മാറ്റി പറയേണ്ടി വരും. നമുക്ക് ഈ മുണ്ടക്കൈയിലുള്ള ഉരുൾപൊട്ടൽ, ചുരൽമല ഉരുൾപൊട്ടലാണ് ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെടുക. ഇത് കൂടിക്കൊണ്ടിരിക്കുക, ഇത് താഴോട്ടല്ല പോകുന്നത്, ഇത് കൂടിക്കൊണ്ടിരിക്കുക. ഇത്തരത്തിൽ വൻ രീതിയിൽ മഴ, അതെനിക്ക് തോന്നുന്നത് ജംഷദ് കുറെ കൂടെ നന്നായിട്ട് വിശദീകരിക്കും. പക്ഷെ ഇത്രയും വലിയ മഴ, ഇങ്ങനെ രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉള്ള ഒരു പാറ്റേൺ അത് ആ പ്രദേശത്ത് മാത്രമല്ല ഉണ്ടാവും. കേരളത്തിൽ എല്ലായിടത്തും അതിന്റെ പ്രതിഫലം കാണുന്നുണ്ട്, പല രീതിയിൽ കാണുന്നുണ്ട്. വലിയ ശക്തിയുള്ള, വലിയ വലിപ്പത്തിലുള്ള, പൊക്കത്തിലുള്ള വലിയ ക്യുമുലോനിംബസ് ക്ലൗഡും അത്തരത്തിലൊരു, അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിന്റെ ഒരു വിദഗ്ധൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഇതിന്റെ ക്രൈസിസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് 2017-18 തൊട്ടെങ്കിലും നമുക്കറിയാമെന്നുണ്ടെങ്കിൽ, നമുക്ക് കഴിഞ്ഞ 5 വർഷം നമ്മൾ ഇതിനുള്ള പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്, ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തോ ഇല്ലയോ. കരുതൽ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് മാത്രം പറഞ്ഞാൽ പോരാ. എന്ത് ചോദിച്ചാലും കരുതൽ എന്ന് പറയും. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും നമ്മൾ കരുതലാണ്, നമ്മൾ അതിജീവനമാണ് എന്നൊക്കെ പറയും. പക്ഷേ ഈ അതിജീവനവും കരുതലിനും ഒക്കെ അപ്പുറത്ത് യഥാർത്ഥത്തിൽ ഓൺ ദ ഗ്രൗണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു വാർണിംഗ്, ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന, എവിടെയൊക്കെയാണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഒരു റിസ്ക് അസസ്മെന്റ് അത് നടത്തിയിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയണം. മാത്രവുമല്ല, എത്ര പേരെയാണ് അത്തരത്തിലുള്ള റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നതെന്നും അവരെയൊക്കെ ഒന്നി താഴോട്ട് വേറെ ഏതെങ്കിലും കുറച്ചുകൂടെ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് ഒഴിപ്പിക്കണം എന്നുള്ളതൊക്കെ തന്നെ സർക്കാരുകളുടെ പല രേഖകളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ പുറത്ത് എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഇപ്പോ ഈ വിഷയത്തിൽ തന്നെ വയനാട്ടിലെ ഒരു സംഘടന, യൂംസ് സെന്റർ എന്ന് പറഞ്ഞ ഒരു സംഘടന 24 മണിക്കൂറിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള മഴയുടെ കണക്കും അവര് റെയിൻ ഗേജസ് ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞ 4-5 വർഷമായിട്ട് മെഷർ ചെയ്യുന്നുണ്ട്. മഴയുടെ കണക്കും അതെന്തുമാത്രം ആ പ്രദേശത്ത് സാച്ചുറേഷൻ ഉണ്ടാക്കിയ, ഭൂമിയിൽ മഴ വീണിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്കൊക്കെ വെച്ചിട്ട് അവര് ഒരു പ്രവചനം നടത്തി. ഈ സ്ഥലത്ത് ഉരുൾപൊട്ടൽ വരാനുള്ള സാധ്യതയുണ്ട്, നടപടികൾ എടുക്കണം. അത്ര മാത്രം മതിയായിരുന്നു. അതൊരു ഏർലി വാർണിംഗ് സിസ്റ്റമാണ്. പക്ഷെ അത്ര മാത്രം മതിയായിരുന്നു അവിടുന്ന് ആൾക്കാരെ വേണമെങ്കിൽ ഒഴിപ്പിക്കാൻ. ആ മെക്കാനിസം, ആ സംവിധാനം പ്രവർത്തിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദുരന്തം നമുക്കുണ്ടാവുമ്പോഴും നമ്മൾ അതിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ 2018 പഠിച്ചു എന്ന് പറയുന്നു, 19 പഠിച്ചു എന്ന് പറയുന്നു, 20 പഠിച്ചു, 24 വരുമ്പോഴും മരിക്കേണ്ടി വരുന്നു ആൾക്കാർ പഠിക്കാൻ. മരിക്കാതെ, ദുരന്തങ്ങൾ ഉണ്ടാവാതെ, 7000 പേരൊക്കെ ബാധിക്കപ്പെടാതെ, 200-ൽ പരം ആൾക്കാർ മരിക്കാതെ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വിഷമവും ഒരു പ്രതീക്ഷയില്ലായ്മയും തോന്നുന്നു എന്നുള്ളതാണ്. അത് ഈ ദുരന്തത്തെക്കാളും അലട്ടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആമുഖമായിട്ട് എനിക്കിതാണ് പറയാൻ. ജംഷാദ്, ഇപ്പൊ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയുടെ സ്വഭാവത്തിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം, ഇത് നമ്മൾ നേരത്തെ ഒരിക്കൽ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളുടെ എന്ന് മുതലാണ് നമ്മളുടെ ഈ ജംഷീദ് ഈ പ്രവർത്തനം തുടങ്ങി കുറേ കാലമായല്ലോ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ എന്ന് മുതലാണ് നമ്മളുടെ മഴയുടെ സ്വഭാവത്തിൽ ഈ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ നമ്മൾ നേരത്തെ മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ അനുഭവ തലത്തിലേക്ക് എന്ന് മുതലാണ് വന്നു തുടങ്ങുന്നത്? അതിൻ്റെ വേറൊരു ഘട്ടത്തിലാണോ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്? അതായത് ഒരു പ്രദേശത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ തോതിലുള്ള മഴ പെയ്യുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നതിൻ്റെ വേറൊരു ടേണിംഗ് പോയിൻ്റ് ആണോ? വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നമ്മൾക്ക് സാധാരണ മുമ്പൊക്കെ മഴ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ കൂടെ കാൽപ്പനികമായിട്ടൊക്കെയാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മഴ എന്നത് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ പെയ്യുന്ന മഴ, അത് കാറിൻ്റെ ചില്ലുകളിലൊക്കെ പതിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാവുമായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എക്സ്ട്രീം റെയിൻഫാൾ കിട്ടുന്നത്. അതായത് കാലാവസ്ഥാ വ്യതിയാനം നടക്കുന്ന എല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ചില സ്ഥലങ്ങളിൽ എക്സ്ട്രീം റെയിൻഫാൾ ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ ഇതേപോലെ ഫ്ലഡ് ആയിരിക്കും. അതിങ്ങനെ മാറി മാറി ഫ്ലഡും അതേപോലെ നമുക്ക് വരൾച്ചയും മാറി മാറി വന്നുകൊണ്ടിരിക്കും.
അപ്പൊ ഈ കേരളത്തിൽ അതായത് നമ്മുടെ മെക്ബീറ്റ് വെതറിന്റെ ഒരു നിരീക്ഷണം തുടങ്ങുന്നത് ഏകദേശം 2018 ആ പ്രളയത്തിന് മുന്നോടിയായിട്ടാണ്. അതായത് അതിന്റെ ഒരു 3 മാസം മുമ്പെയാണ് നമ്മളൊരു ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഒരു ജനങ്ങളിലേക്ക് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഈ കാലാവസ്ഥാ ശാസ്ത്രം ലളിതമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ആശയമായി നമ്മൾ മുന്നോട്ട് വന്നത്. അങ്ങനെയാണ് ഈ ജനങ്ങളിലേക്ക് ഇത് അവയർനെസ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ള അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ 2018 അതിനു മുമ്പ് തന്നെ 2015 മുതൽ തന്നെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം നമ്മുടെ മാധവ് ഗാഡ്ഗിലിന്റെ ആ റിപ്പോർട്ടിന്റെ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞു. പക്ഷെ അപ്പൊ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് നമ്മൾ കേട്ടു തുടങ്ങുന്നേ ഉള്ളൂ. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ഒരു 10-15 വർഷം കഴിയുന്ന സമയത്ത് നമ്മളെ ബാധിച്ചേക്കാം എന്നൊക്കെ ഉള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു അന്ന് കേരളത്തിലെ മലയാളികളെല്ലാം. പക്ഷെ യഥാർത്ഥത്തിൽ കാലാവസ്ഥാ വ്യതിയാനം നേരത്തെ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് നമുക്ക് അതിന്റെ പരിമിത ഫലങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നേരെ ഇത് വരുന്നത് ആ മലയാളികൾക്ക് ഒരു മനസ്സിലാവുന്നത് 2018 ഫ്ലഡ്, അതുപോലെ 2019 വടക്കൻ കേരളത്തിലെ ഫ്ലഡ് വന്ന സമയത്ത് മാത്രമാണ്. പക്ഷെ അതിനു മുമ്പേ ലോക കാലാവസ്ഥാ സംഘടന ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും ഇതേക്കുറിച്ച് പഠിക്കുകയും റിപ്പോർട്ടുകൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് നമ്മുടെ സർക്കാരുകൾ എത്രത്തോളം ഗൗരവത്തിൽ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു നമുക്ക് കേരളത്തിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നത് ഈ എക്സ്ട്രീം റെയിൻഫാൾ, നേരത്തെ സാറ് പറഞ്ഞത്, അതായത് നമുക്ക് 4-5 ദിവസം കൊണ്ട് ലഭിക്കേണ്ട, വളരെ നൂല് പോലെ ലഭിക്കേണ്ട മഴ അത് 1-2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒക്കെ പെയ്യുന്ന സാഹചര്യം. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. പ്രധാനമായിട്ട് ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതാണ് കാരണം. അപ്പൊ ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണത്. പക്ഷെ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് അല്ലെങ്കിൽ സർക്കാർ തലത്തിലോ മറ്റോ ഒരു രൂപരേഖ ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പ്ലാൻ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഇപ്പം വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് ഏതൊരു സർക്കാർ വന്നാലും ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടായി, ഈ ദുരന്തം ഒരു 2 ആഴ്ച കഴിഞ്ഞതോടുകൂടെ ഈ ദുരന്തത്തിന്റെ എല്ലാ വാർത്തകളിൽ നിന്നും മാഞ്ഞുപോയി. പിന്നെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ എന്താണെന്ന് അറിയില്ല. കാരണം ഈ പുത്തുമലയില് ദുരന്തം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു റെയിൻഫാളുകൾ അല്ല, അവിടുത്തെ പെയ്യുന്ന മഴയുടെ അളവ് കണക്കാക്കാൻ വേണ്ടി അവിടെ മഴ മാപിനികൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഹ്യൂം സെന്റർ വയനാടിനാണ്. വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിരവധി ഇതുണ്ട്. അപ്പൊ അതിന്റെ ആളുകളും നമ്മളും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുത്തുമലയിൽ അല്ല, ഇന്ന് ഈ ചൂരൽമല പ്രദേശത്ത് മുണ്ടക്കയിലൊക്കെ മഴ ശക്തമാകുമെന്ന്, ആ മഴ ശക്തമാകുന്നതിന്റെ ഉരുൾപൊട്ടലുണ്ടായിരുന്ന തലേ ദിവസം രാത്രി 10 മണിക്ക് നമ്മുടെ ഈ മെക്ബീറ്റ് വെതർ നമ്മുടെ ഗ്രൂപ്പുകളിലും നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് 2019 പുത്തുമലയിലുണ്ടായ ഈ പ്രദേശത്തിനോട് തൊട്ടടുത്ത പ്രദേശമാണ്. അവിടെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 24 സെന്റിമീറ്ററിലധികം മഴ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി, അതായത് അന്ന് അപകടം ഉണ്ടാകുന്ന രാത്രി നേരം വെളുക്കുന്നത് വരെയുള്ള സമയം ഹെവി റെയിൻഫാളിനുള്ള സാധ്യതയുണ്ട്. ഈ രാത്രി കൂടി വളരെ കരുതണം. നേരം വെളുത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ മഴ കുറയുമെന്നുള്ളത് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവചിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് രാത്രി ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം മുന്നറിയിപ്പിനെ തുടർന്ന് ആളുകളെ ഒഴിപ്പിച്ചതിന് ശേഷം ഒരു ദുരന്തം ഉണ്ടാകുന്നത്. പക്ഷെ ആളുകളെ ഒഴിപ്പിച്ചത് കുറെ കൂടി ആ മുകൾ ഭാഗത്ത് നിന്നായിരുന്നു. ഇത് ആഘാതമുണ്ടായത് മൊത്തം താഴെ ടൗണിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് പലരും വീട് ഉപേക്ഷിച്ച് പോകാനും മറ്റും പ്രയാസപ്പെട്ടത് കൊണ്ട് ചില ആളുകൾ വീട്ടിൽ നിൽക്കുകയും മറ്റുള്ള കുടുംബങ്ങൾ പുറത്തു പോവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കുറെ കൂടി എഫക്റ്റ് ആയിട്ട്, അത്തരം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കുറെ കൂടി എഫക്റ്റ് ആയിട്ട് കൊണ്ടുവരിക, ഇത് സർക്കാർ തലത്തിൽ തന്നെ കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റ് സർക്കാർ പാർട്ണർഷിപ്പോട് ചെയ്യുക, അതൊക്കെ നമുക്ക് ഇതിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അത് മാത്രമേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തില് കേരളത്തില് കേരളം ഒരു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലാവസ്ഥ വളരെ മോശമായി ബാധിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളം മാറും. അതിന് കാരണം കേരളത്തിന്റെ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2018 മഹാപ്രളയം, അതിൽ ദിവസങ്ങൾ നീണ്ടു നിന്ന മഴ ഒരു പർട്ടിക്കുലർ പീരീഡിൽ
കിട്ടിയ മഴ അത് നമുക്ക് ആ കാലയളവിൽ കിട്ടുന്നതിൻ്റെ പല മടങ്ങായിരുന്നു, സാധാരണഗതിക്ക് കിട്ടുന്നതിൻ്റെ പല മടങ്ങായിരുന്നു. അതുപോലെ ഡാമുകളുടെ സംഭരണശേഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ 2018 പ്രളയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് പെയ്യുന്ന ശക്തമായ മഴ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഒരു ഉദാഹരണമായിട്ട് എടുത്തത്, കോഴിക്കോട് പല ഭാഗങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചുഴലിക്കാറ്റുകളെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ആ വിധത്തിൽ എന്താ പറയുക, നമ്മൾ നേരത്തെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഏത് ആഘാതമാണോ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ മാറ്റത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിന് വേറൊരു ടേൺ ഉണ്ടായി വരുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാറ്റിൻ്റെത് അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ അന്ന് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ മഴ ലഭിച്ചു. അതിന് കുറച്ച് അന്തരീക്ഷ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് 2018 നമുക്ക് ഒഡീഷയ്ക്ക് സമീപം ശക്തമായിട്ടുള്ള ഒരു ന്യൂനമർദ്ദം ഉണ്ടായി, കാറ്റിന്റെ ശക്തി കൂടി. അതുപോലെ 3-4 പ്രതിഭാസങ്ങൾ ഒന്നിച്ചു വന്നതുകൊണ്ടായിരുന്നു അന്നത്തെ ഒരു പക്ഷെ ഇന്നുണ്ടായതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റൊന്നുമല്ല, ഒരു പ്രദേശത്ത് മാത്രം കേന്ദ്രീകരിച്ചൊരു മഴ പെയ്യുന്നു എന്നുള്ളതാണ്. ആ മഴക്ക് അവിടെ ശക്തമായി തുടരാനുള്ള അന്തരീക്ഷ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രദേശത്തുള്ള ഒരു ഉരുൾപൊട്ടൽ, ആ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന അത് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു വാസ്റ്റ് ആയിട്ട് ഒരു ജില്ലയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം മൊത്തത്തിലോ ബാധിക്കാം. ചിലപ്പോൾ ഒരു പ്രദേശത്തെ മാത്രം ബാധിച്ചേക്കാം, ഒരു ജില്ലയെ മാത്രം ബാധിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു താലൂക്കിനെ മാത്രം ബാധിച്ചേക്കാം. പക്ഷെ ഇതിനൊക്കെ നമുക്ക് നേരിടാനുള്ള ഒരു സംവിധാനം വേണമെങ്കിൽ നമ്മള് അതായത് കാലാവസ്ഥ പ്രവചനമാണെങ്കിലും ദുരന്ത നിവാരണ സംവിധാനങ്ങൾ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, താലൂക്ക് അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കിപ്പോ കാലാവസ്ഥാ വകുപ്പിനാണെങ്കിൽ ഒരു ജില്ലാ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷെ അത് താലൂക്ക് അടിസ്ഥാനത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു പ്രദേശത്ത് മാത്രം ദുരന്തം ഉണ്ടായാൽ അത് എത്രത്തോളം ആഘാതം ഉണ്ടാകും എന്നുള്ളത് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. കാരണം ഈ കവളപ്പാറയിലാണെങ്കിലും കഴിഞ്ഞ 2019 കവളപ്പാറയിൽ ഉണ്ടായ ഉരുൾപൊട്ടലും അതുപോലെ പുത്തുമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലും ഇത് മൂന്നിനും ചില സമാനതകളൊക്കെ ഉണ്ട്. കാരണം ഇത് ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടതാണ്. ഇതേ തുടർന്നാണ് വെള്ളം പുഴയിലൊക്കെ കൂടുകയും മറ്റ് സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തത്. അപ്പൊ ഇന്നും കോഴിക്കോട്, മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയത് ഇത്രയും ഉരുൾപൊട്ടലിന്റെ ഒരു പരിണിതത്തിലാണ്. കാരണം അത്രത്തോളം മഴ ഒരു 2 ദിവസം കൊണ്ട് പെയ്തിട്ടില്ല. പക്ഷെ അതിലും കൂടുതൽ മഴ പെയ്തിരുന്നു കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസം മുമ്പ് ഉണ്ടായിരുന്ന ആ മഴ. ഇതിലും കൂടുതൽ നമുക്ക് അളവ് നോക്കിക്കഴിഞ്ഞാൽ പെയ്തിരുന്നു. പക്ഷെ അന്ന് എവിടെയും വെള്ളം കയറിയിട്ടില്ല. ഇത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് നദികളിൽ കരകവിയുകയും അതേപോലെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു പാറ്റേൺ എന്നുള്ളത് കൃത്യമായി പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ നേരിടേണ്ടത് ഏത് രീതിയിൽ എന്നുള്ളതാണ് ഇനി ചർച്ച ചെയ്യേണ്ട വിഷയം. റൈറ്റ്. ശ്രീധർ രാധാകൃഷ്ണൻ, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ, അത് ഞാൻ എപ്പോഴും ഒരു സംശയത്തോടു കൂടിയാണ് പറയുന്നത്. ഇതിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നൊരു സമയമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ ഒരുമിച്ചൊന്നായിട്ടൊരു ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന വേളയിൽ നമ്മൾ പഴയ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഉചിതമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ ലൗഡായിട്ട് ഉയർന്നു കേൾക്കുന്നൊരു സാഹചര്യമാണ്. പക്ഷേ എങ്കിലും 2018 പ്രളയവും അതുണ്ടാക്കിയ കലാമിറ്റീസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്താനുള്ള മാപ്പിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആ മാപ്പിംഗ് നടത്തിയിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രദേശം, അതിന് തൊട്ട് താഴെയുള്ള പ്രദേശം, അതിന് തൊട്ട് താഴെയുള്ള പ്രദേശം എന്നുള്ള വിധത്തിൽ അടയാളപ്പെടുത്തിയിരുന്നു. എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഏത് വിധത്തിലാണ് അവിടെ നിന്ന് ആളുകളെ മാറ്റേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഇതൊക്കെ പേപ്പറുകളിൽ നിൽക്കുകയും താഴെ തലങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ നടപ്പാക്കൽ ഘട്ടങ്ങളിലേക്കോ ഒന്നും പോകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ബാക്കി കൂടിയാണോ നമ്മൾ ഈ ചൂരൽമലയിൽ നിന്നൊക്കെ കേൾക്കേണ്ടി വരുന്ന ഈ ദുരന്ത വാർത്തകളുടെ കാര്യം? ഇത് ഞാനൊരു ലളിതമായി, ഞാൻ ഒരു സാധാരണക്കാരനാണ്, ഇതുപോലൊരു മലയോര മേഖലയിൽ താമസിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം, ഞാനിപ്പോ ദുരന്തങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ കാണുന്നത് കൊണ്ട് എന്റെ ഞാൻ താമസിക്കുന്ന മലയുടെ മുകളിൽ ഇതേപോലെ ഇതൊക്കെ സംഭവിക്കാം എന്ന് എനിക്കൊരു ചെറിയ ബോധ്യമെങ്കിലും ഉണ്ട്. അതില്ലാത്തവരൊക്കെ കുറവായിരിക്കും. അങ്ങനെ ഒട്ടും സംഭവിക്കില്ല എന്നുള്ള എല്ലാവർക്കും ആ റിസ്ക് ഒക്കെ അറിയാം. ഇപ്പോ ഈ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. കാട്ടിനകത്ത് താമസിക്കുമ്പോൾ മൃഗങ്ങൾക്ക് ആക്രമണം ഉണ്ടാവാം എന്നുള്ളൊരു ഭീതി ഉണ്ട് നമുക്ക്.
അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ഇതൊക്കെ അറിയാം. അപ്പോ ഒരു സർക്കാർ ഒരു സംവിധാനം എന്താണ് വേണ്ടത്? ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം നമ്മൾ പറയുമ്പോൾ ഇപ്പോ ഇത് ഈ പറഞ്ഞ നേരത്തെ ജംഷിദും പറഞ്ഞ പോലെ ഒരു അസസ്മെന്റ് നമ്മൾ നടത്തി. റിസ്ക് അസസ്മെന്റ് മാത്രമല്ല, നമ്മൾ ഒരു സംവിധാനം മുഴുവൻ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഏർലി വാർണിംഗ് ഇപ്പോ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സെൽഫോൺ ഓഫ് ചെയ്തിട്ടാൽ പോലും ഓട്ടോമാറ്റിക്കലി ഈ വാർണിംഗ്സ് കൊടുക്കുന്ന തരത്തിലുള്ള എർത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഡിസാസ്റ്റർ വരുമ്പോഴോ വാർണിംഗ് കൊടുക്കുന്ന തരത്തിലുള്ള സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊരു വാർണിംഗ് നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, മെസ്സേജ് വഴിയോ അല്ലാതെയോ അല്ലെങ്കിൽ പ്രാദേശികമായ സംവിധാനങ്ങൾ വഴിയോ ഒരു വാർണിംഗ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്ന് രാത്രി ഇത്രയും മഴ പെയ്തു, ഇത്രയുമാണ് സാച്ചുറേറ്റ് ചെയ്ത് കിടക്കുന്നത്, നിങ്ങൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണം എന്ന് പറയുകയാണെങ്കിൽ കുറെ പേരെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പോയി ഒഴിപ്പിച്ചെടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറണം എന്നില്ല, അത് കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ടാവും. അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് ബോധവൽക്കരിച്ചൊക്കെ കൊണ്ടുവരേണ്ടി വരും. 1-2 തവണ കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് മനസ്സിലാവും അങ്ങനെ ഒരു അവസ്ഥയാണ് മാറണം എന്നുള്ളത്. പക്ഷെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ അവിടെ ഈ മലയോര പ്രദേശത്തായതുകൊണ്ട് അവർക്ക് ഒന്നീ നടന്ന്, അല്ലെങ്കിൽ അവർക്ക് വണ്ടികൾ ഉണ്ടാവാം, ഒരു ജീപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ നാല് പേർ ചേർന്നിട്ട് ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാവാം. എന്തെങ്കിലുമൊക്കെ ഒരു രീതി കേരളത്തിലുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ അവര് അങ്ങ് വരും. അപ്പൊ വരുമ്പോ ഇവിടെ ഒരു മുന്നൊരുക്കങ്ങൾ വേണം. ഇവിടെ ഈ താഴെയുള്ള പ്രദേശങ്ങളിൽ, ഈ ബാധിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ, സുരക്ഷിതമായ പ്രദേശങ്ങളിൽ താമസിപ്പിക്കാനുള്ള താൽക്കാലിക അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാന പണി. ഇവര് വരിക എന്നുള്ളത്, കുറെ പേര് വരും, ബാക്കിയുള്ളവർ കൊണ്ടുവരിക എന്നുള്ളത്. ഈ സംവിധാനം എവിടെയാണ് കേരളത്തിൽ ആക്ച്വലി ട്രയലെങ്കിലും ചെയ്തിട്ടുള്ളത്? ഒരു മോക്ക് ഡ്രില്ലെങ്കിലും ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്നും അത് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം പെരുമാറാനെന്നുള്ളത് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്? 5 വർഷമായില്ലേ? 2019 നമ്മൾ കവളപ്പാറയിലും പുത്തുമലയിലും കണ്ടു കഴിയുമ്പോൾ പിന്നെ 5 വർഷമായില്ലേ? ഈ 8-ാം തീയതി അതിന്റെ 5ാം വാർഷികവും കൂടെയാണ്. 8ാം വാർഷികവും കൂടെയാണ്. ഇതേ കാലയളവിലാണ് സംഭവിച്ചത്, ഇതേ പീരീഡാണ്. അപ്പോ ഇതൊരു അനാസ്ഥയല്ലേ? ഇതൊരു ഫെയിലിയർ അല്ലേ സിസ്റ്റത്തിന്റെ? ഇങ്ങനെ താമസിക്കുന്നവർ പാവപ്പെട്ടവരായതുകൊണ്ടോ അല്ലെങ്കിൽ വിലയില്ലാത്തവരായതുകൊണ്ടാണ് കാടിന്റെ അടുത്തും മലയുടെ മുകളിലും ഒക്കെ താമസിക്കുന്നത്. റിസ്ക് എടുക്കാൻ പറ്റാത്ത നല്ല കാശുള്ളവർ അതല്ലാതെ സ്ഥലങ്ങളിലൊക്കെ മാറിപ്പോയിട്ടുണ്ടാവാം. ഇത് നോൺ ഡിസ്ക്രിപ്റ്റ് ആയിട്ടുള്ള കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. ഒരു സംവിധാനം അത്തരത്തില് മനുഷ്യർക്ക് വില കൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെ അത് ഞാൻ കാണുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കളക്റ്റീവ് അപ്പാത്തി ടുവേർഡ്സ് സച്ച് പീപ്പിൾ ആൻഡ് ഒരു എന്താണ് ഒരു അലക്ഷ്യമായിട്ട് തന്നെയാണ് വേണമെങ്കിൽ പറയാം ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഈ ദുരന്തം ഇങ്ങനെ ആയിരിക്കില്ല. മഴ പെയ്യും, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. ഇതിന് പിന്നെ നമ്മൾ പറയുന്നത് പോലെ തന്നെ എല്ലാ ലാൻഡ് സ്ലൈഡും മഴ പെയ്യലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ദുരന്തങ്ങളും നമ്മൾ വികസനം കൊണ്ടുവന്നത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരുപാട് പേരുടെ ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട് എല്ലായിടത്തും അങ്ങനെ പറയാൻ പറ്റില്ല. പഠിച്ചു കഴിയുമ്പോൾ അതൊക്കെ പറയാൻ പറ്റും. നമ്മൾ കവളപ്പാറയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആ മുത്തപ്പൻ കുന്നിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാറിയുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല, അങ്ങനത്തെ സ്ഥലമായി അല്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ എന്താണ് ഇമ്പാക്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ പാടില്ലാത്ത ഒരുപാട് ടൂറിസം റിസോർട്ട്സ് ഉണ്ട്, ഒരുപാട് ടൂറിസ്റ്റ് ഹോം സ്റ്റേസ് ഉണ്ട്. അപ്പൊ അവിടെ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കും. ഈ മഴക്കാലത്ത് അങ്ങനെ വന്ന് താമസിക്കാൻ പാടില്ല എന്നുള്ളൊരു വാർണിംഗ് സിസ്റ്റം വേണ്ടേ? പഞ്ചായത്തുകൾ അത് അറിയണ്ടേ? ഇല്ലീഗലായിട്ട് പല ടൂറിസ്റ്റ് റിസോർട്ട്സും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ താഴെ എവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് റിസോർട്ട് ആയിട്ടുള്ള ബോച്ചേര ടൂറിസ്റ്റ് റിസോർട്ട് വരാൻ പോകുന്നത്? ഒന്നും വേണ്ട. ഏറ്റവും വേസ്റ്റ് കേസ് പറയുക, ഈ അടുത്ത കാലത്ത് അപ്രൂവ് ചെയ്ത പരിസ്ഥിതി സമിതിയുടെ അപ്രൂവൽ വരെ കിട്ടി, അപ്രൂവ് ചെയ്ത് നടപ്പാക്കാൻ തുടങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന പദ്ധതിയാണ് 900 കണ്ടിയിൽ നിന്ന് നമ്മൾ സ്വർഗമലയിലേക്ക് സ്വർഗം കുന്നിലേക്ക് ഉള്ള 6.9 കിലോമീറ്റർ നീളം വരുന്ന ടണൽ റോഡ് എന്ന് പറയുന്ന 4 വരി ടണൽ റോഡ്. ഈ മല തന്നെ തുറന്ന്, അതായത് ഈ പോത്തുമലയ്ക്ക് മലയെന്ന് 2 കിലോമീറ്റർ വരില്ലേ, മറ്റേ നമ്മുടെ ഇപ്പൊ നടന്ന മുണ്ടക്കൈ നിന്നാണെങ്കിൽ ഒരു 4.5-5 കിലോമീറ്റർ താഴെ വരുള്ളൂ.
ഈ പറഞ്ഞ മല തുരന്നുള്ള ടണൽ ഉണ്ടാക്കാൻ പോകുന്നു? ഇത്രയും ഫ്രജൈൽ ആയിട്ടുള്ള, ഇത്രയും ഡിസാസ്റ്റേഴ്സ് കാണുന്ന ഒരു സ്ഥലത്ത് ഇതെങ്ങനെയാണ് ചെയ്യാനായിട്ട് ചിന്തിക്കുക? എങ്ങനെയാണ് ഇത് ചെയ്യാനായിട്ട് ചിന്തിക്കുന്നത്? അപ്പോ ടോപ്പ് തൊട്ട് ഞാനത് സ്പെസിഫിക്കലി പറയാം. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ മുഖ്യമന്ത്രി തൊട്ട്, ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്ന മന്ത്രിമാർ തൊട്ട്, ബ്യൂറോക്രസി തൊട്ട് താഴോട്ടുള്ള ആർക്കും ഇക്കോളജിക്കലി അവര് ലിറ്ററേറ്റ് അല്ലെങ്കിൽ, സെൻസിറ്റീവ് അല്ലെങ്കിൽ, ലിറ്ററേറ്റ് അല്ലെങ്കിൽ, ഹൈഡ്രോളജിയെ കുറിച്ചുള്ള വിവരം അല്പമെങ്കിലും അവർക്കില്ലെങ്കിൽ, ഒരു ടോപ്പോഗ്രാഫി എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യർ ഇത്തരത്തിലെ ദുരന്തങ്ങൾ അനുഭവിച്ച് മരിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് കുറെ ആൾക്കാർ, ഇപ്പൊ ഒരു ജംഷദോ അല്ലെങ്കിൽ നമ്മളെ പോലെ കുറെ ആൾക്കാരോ അല്ലെങ്കിൽ ഹ്യൂം സെന്ററോ ഇങ്ങനെ കുറെ ആൾക്കാർ അല്ലെങ്കിൽ താങ്കളോ ഇതിനെക്കുറിച്ച് സെൻസിറ്റീവ് ആയിട്ട് നിന്നാൽ മാത്രം പോരാ. നമ്മളെ ഭരിക്കുന്ന എല്ലാവരും കേരളത്തിനെ ഭരിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, കേരളത്തിനെ ഭരിക്കണം എന്നുണ്ടെങ്കിൽ, കേരളത്തിൽ ഒരു ഇത്തരത്തിലെ ഭരണം നടത്തണമെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ സെൻസിറ്റീവ് അല്ലാത്ത, പരിസ്ഥിതിയെ കുറിച്ച് സെൻസിറ്റീവ് അല്ലാത്ത, ഇക്കോളജിയെ കുറിച്ച് ഒരു ലിറ്ററേറ്റ് അല്ലാത്ത, ഹൈഡ്രോളജിക്കൽ ഫ്ലോസിനെ കുറിച്ച് ബോധമില്ലാത്ത, ടോപ്പോഗ്രാഫിയെ കുറിച്ചൊക്കെ കാര്യമായിട്ട് അല്പമെങ്കിലും കുറച്ച് മനസ്സിലാക്കാൻ പറ്റാത്തവർ ഭരിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ദുരന്തം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ അനന്തരഫലമാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, അതിൻ്റെ തുടർച്ചയിലേക്ക് വരാം. ജംഷാദ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രവചനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. നമുക്കൊരു ജനറലി ഇപ്പോൾ നമ്മളിപ്പോൾ ജനറലി കേൾക്കുന്ന കാലാവസ്ഥാ പ്രവചന സൂചനകൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോഴിക്കോട് ജില്ല റെഡ് അലേർട്ടാണ്, അല്ലെങ്കിൽ മലപ്പുറം യെല്ലോ അലേർട്ടാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം ഗ്രീൻ അലേർട്ടാണ്. ഇങ്ങനെയുള്ള ഒരു പൊതുവിൽ ഒരു ജില്ലയ്ക്ക് ആകെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് ആകെയുള്ള അലേർട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. വളരെ കൃത്യമായിട്ട് ഇത് പിൻ പോയിൻ്റ് ചെയ്ത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പെയ്യാൻ അത്രയും സൂക്ഷ്മമായി പ്രവചിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? അത്രയും സൂക്ഷ്മമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ അറിവോടുകൂടി കൊണ്ടുകൂടിയാണ് ചോദിക്കുന്നത്. ഈ ഇപ്പം ഉരുൾപൊട്ടലുണ്ടായ നമ്മുടെ ഈ പ്രദേശം ഉണ്ടല്ലോ, ചൂരൽമല തുടങ്ങിയിട്ടുള്ള പ്രദേശം, ഇവിടെ അന്ന് രാത്രി ദുരന്ത സാധ്യതയുണ്ട്, അവിടെ വളരെ ശക്തമായ മഴ പെയ്യുകയാണ് എന്നുള്ളത് അന്ന് പുലർച്ചക്കാണ് ദുരന്തം ഉണ്ടാവുന്നത്. പക്ഷെ രാത്രി 10 മണിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് മെസ്സേജ്. ആ മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് ഈ പ്രദേശത്ത് വൻതോതിൽ മഴ പെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മഴ പെയ്തിട്ടുണ്ട്. അതിന്റെ കണക്ക് വെച്ചിട്ട് ഇന്ന് രാത്രി വളരെ തോതിൽ മഴ പെയ്യാനുള്ളത് കൊണ്ട് അതൊരു മലമേഖലയാണ്. അവിടെ ഇതിന്റെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് കൊടുക്കാനുള്ള നമുക്ക് കിട്ടിയ കണക്ക് ഈ പറഞ്ഞ ഹ്യൂംസിന്റെ അടുത്തു നിന്നാണ്. ഈ ഹ്യൂംസിന്റെ ഇന്നത്തെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ ഹ്യൂംസ് പറയുന്നത് ലക്കിടിയില് 400 സെന്റിമീറ്റർ മഴ ഇതുവരെ ക്രോസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ നമ്മുടെ ചുരം മേഖലയിൽ ജാഗ്രത വേണ്ടി വരും, കുറച്ച് ദിവസം ജാഗ്രത വേണ്ടി വരും. അവിടെ മണ്ണിടിച്ചിലോ മലയിടിച്ചിലോ പോലുള്ള കാര്യങ്ങൾ വേണ്ടി വരും എന്നാണ് ഹ്യൂംസ് ഇപ്പോൾ ഇന്ന് പറയുന്നത്. അവരുടെ കണക്ക് വെച്ചിട്ടാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ ലെവലിൽ ഉള്ള ഡാറ്റ അവൈലബിൾ ആക്കണം എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നമുക്ക് എത്ര ആ ലൊക്കേഷനിൽ മഴ ലഭിച്ചു എന്നുള്ളതിന്റെ ഒരു ഡാറ്റ നമുക്ക് ലഭ്യമാകണം. അതിന് ആദ്യം വേണ്ടത് മഴമാപിനികൾ സ്ഥാപിക്കുക, മറ്റത് മോണിറ്റർ ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. അപ്പൊ ഇതിന് വേണ്ടതിന് ശേഷം ഇപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലൊക്കെ പല സ്ഥലങ്ങളിലും സ്കൂളുകളിലൊക്കെ മാപിനികളൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഡാറ്റ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഓരോ പ്രദേശങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. ശരിക്ക് സ്കൂളിന് അവധി നമ്മൾ ജില്ല മുഴുവൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എപ്പോഴും പറയുന്നത് വെച്ചാല് താലൂക്ക് അനുസരിച്ച് കൊടുക്കണം. ഒരുപക്ഷെ കോഴിക്കോട് നഗരത്തിൽ മഴ പെയ്യുന്നുണ്ടാവില്ല, വെയിലായിരിക്കും, വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് കോഴിക്കോട് നഗരത്തിലെ അവസ്ഥ വെച്ച് ചിലപ്പോൾ അവധി കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ അതേ സമയത്ത് കിഴക്കൻ മേഖലകളിൽ ഭയങ്കര തോതിൽ മഴ പെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ, OWSകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് നമുക്ക് ഓരോ മണിക്കൂറിലും എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും 2018 ഫ്ലഡിന് ശേഷം 2019 ഒരു കൃതി ഇന്റർനാഷണൽ നോളജ് ടെസ്റ്റ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. അതില് സ്വകാര്യ മേഖലയിലെ കാലാവസ്ഥാ മേഖലയെ കുറിച്ചിട്ട് പ്രതിനിധിച്ച് ഞാനും
അതേപോലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രതിനിധീകരിച്ചിട്ട് അവരുടെ ചെന്നൈയിലുള്ള റീജിയണൽ ഡയറക്ടറും, അതുപോലെ കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചിട്ട് നമ്മുടെ അഭിലാഷ് സാറുണ്ട്, മറ്റേ കുസാറ്റിലുള്ള ഇവരായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ചർച്ച ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ചർച്ചയും അതിന്റെ ഒരു ഡീറ്റെയിൽസുകളൊക്കെ സർക്കാരിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിൽ പറഞ്ഞിരുന്നത്, നമ്മൾ പറയുന്നത് AWSനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പോലും അവരുടെ സയന്റിസ്റ്റുകൾ പറഞ്ഞത് അത് ആക്യുറേറ്റ് അല്ല. നമുക്ക് പഴയ രീതിയിലുള്ള മാനുവൽ ആയിട്ടുള്ള ഇന്നിപ്പോ മഴ പെയ്തത് ഇത്ര നമ്മുടെ നാട്ടിൽ മഴ പെയ്തത് നമ്മൾ അറിയണമെങ്കിൽ നാളെ രാവിലെ 8:30 കണക്കെടുത്താലേ അറിയുള്ളൂ. ആ പ്രദേശത്തേക്ക് ഒരു വ്യക്തി പോയി അത് സിലിണ്ടറിൽ അളന്ന് നോക്കി വരുമ്പോഴേ കിട്ടുള്ളൂ. ഒരുപക്ഷെ അവിടേക്ക് ആക്സസ് അല്ലാത്ത രീതിയിൽ അവിടെ വെള്ളം വരികയും മറ്റു ആയിക്കഴിഞ്ഞാൽ നമുക്ക് അളവ് പോലും കിട്ടില്ല. അപ്പൊ AWSകൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ ഉപയോഗിക്കുന്നത് ഇതിന് വൈദ്യുതി പോലും വേണ്ട സോളാർ പാനലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനെ എതിർത്തിരുന്നെങ്കിലും പിന്നീട് കാലാവസ്ഥാ വകുപ്പ് തന്നെ എന്ത് ചെയ്തു, അതിനുശേഷം കേരളത്തിൽ AWSകൾ വെച്ചു എന്നുള്ളതാണ്. അതുപോലെ ദുരന്ത നിവാരണ വകുപ്പും വെച്ചു എന്നുള്ളതാണ്. അതായത് നമ്മുടെ മെട്രീറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ നമ്മുടെ നിരീക്ഷണം, നമ്മൾ എപ്പോഴും കൂടുതൽ ഡാറ്റ ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ ഡാറ്റകൾ ഉപയോഗിച്ചല്ല നമ്മൾ കാലാവസ്ഥ പ്രവചനം നടത്തുന്നത്. നമ്മൾ ഇന്ത്യൻ സാറ്റലൈറ്റുകൾ നമ്മൾ വളരെ പരിമിതമായി ഉപയോഗിക്കാറുള്ളൂ. കാരണം ഉപയോഗിക്കാനുള്ള അത് IMD ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലെ ഡാറ്റകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഹിമവാരി പോലുള്ള, അതായത് ജപ്പാന്റെ ഉപഗ്രഹമാണ്, അതുപോലുള്ള മറ്റു രാജ്യങ്ങളുടെ ഡാറ്റകളും, അതുപോലെ എല്ലാ രാജ്യങ്ങളുടെയും ലോകത്തെ മറ്റു പ്രധാന കാലാവസ്ഥാ മോഡലുകളൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ നാട്ടിൽ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആക്യുറസിയിൽ നമുക്ക് ഈ പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇത് സർക്കാർ തലത്തിൽ കുറെ നിയമ നൂലാമാലകൾ ഇപ്പോഴും ഉണ്ട്. അതായത് ഇപ്പൊ സംസ്ഥാന സർക്കാരിന് ദുരന്ത നിവാരണ വകുപ്പ് ഈ പറഞ്ഞ ഹ്യൂംസ് ആയിട്ടും അതുപോലെ മെറ്റ്മീറ്റ് ആയിട്ടും ഉൾപ്പെടെയുള്ള ഒരു 10-20 വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനൊരു ഗ്രൂപ്പും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടന്നിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്ത് ഓരോ ലൊക്കേഷനുകളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ദുരന്ത നിവാരണ വകുപ്പിന്റെ മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അറിയിക്കുന്നുണ്ട്. അവര് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കും നടപടികൾ സ്വീകരിക്കാൻ കുറെ നിയമപ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ദുരന്തം നടന്ന ഈ പ്രദേശത്ത്, അതായത് കഴിഞ്ഞ ദിവസം ദുരന്തം നടന്ന പ്രദേശത്തെ കുറിച്ച് അതിന് 2 ദിവസം മുമ്പ് ഹ്യൂംസ് അവർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കാരണം ഇവിടെ വല്ലാതെ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ ആവശ്യമായ മുൻകരുതൽ ചെയ്യണമെന്ന് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർ ജില്ലാ തലത്തിൽ അത് കൈമാറിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്, ജില്ലാ തലത്തിൽ ഭരണകൂടം. പക്ഷെ അതിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആ ദിവസം ഒരു പക്ഷേ റെഡ് അലർട്ട് അവിടെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവിടാൻ ജില്ലാ കളക്ടർക്ക് കഴിയില്ല. അത് ഒരു നൂലാമാലയാണ്. കാരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണ പ്രകാരം അന്ന് അവിടെ വലിയ മഴയില്ല, പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരാളെ നിർബന്ധിച്ച് ഒഴിപ്പിക്കാനുള്ള ഒരു അധികാരം അവിടെ ഇല്ല എന്നുള്ളതാണ്. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിലെ വിഷയം. പക്ഷെ നമുക്ക് ഈ മൈക്രോ ലെവലിൽ ചെയ്യാൻ സാധ്യമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ പറഞ്ഞ കഴിഞ്ഞ ദുരന്തം നേരത്തെ തന്നെ മുൻകൂട്ടി കൊടുത്തു എന്നുള്ള അറിയിപ്പ് കൊടുത്തു എന്നുള്ളതും ആ നാട്ടിലെ കുറെ ആളുകൾക്ക് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റിയെന്നുള്ളതും. അപകടത്തിൽ പരിക്കേറ്റി കിടക്കുന്ന പല ആളുകളും പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ 1-2 ആളുകൾ മാത്രം വീട്ടിൽ നിന്ന് ബാക്കിയുള്ളവർ ഒഴിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. ആ ലെവലിലേക്ക് നമ്മുടെ കാലാവസ്ഥാ സംവിധാനങ്ങളെ മാറ്റിയെടുക്കണം. പക്ഷെ അതിന് സാറ് പറഞ്ഞതുപോലെ ആ സർക്കാർ തലത്തിൽ മാറിയാലേ അത് പൂർണ്ണമായിട്ട് മാറുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വകാര്യ മേഖലയിലെ കുറച്ച് ആളുകൾ കൊണ്ട് അവയർനെസ് കൊടുക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശ്രീധർ രാധാകൃഷ്ണൻ, ഞാൻ വീണ്ടും 2018 കാര്യത്തിലേക്ക് വരികയാണ്. 2018 ഈ മഹാപ്രളയത്തിന് ശേഷം ഈ മാപ്പിംഗ് മാത്രമല്ല, നമ്മൾ വേറെയും കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ഭൂവിനിയോഗത്തിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുപോലെ ഈ വികസന പ്രവർത്തനങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ എന്താ പറയുക എത്രമാത്രമാകാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കണം എന്ന് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്തിന് ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ രീതികൾ മാറ്റണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വരെ നമ്മൾ സംസാരിച്ചിരുന്നു. കാരണം വെച്ചാൽ ഈ പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ചൂഷണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കെട്ടിട നിർമ്മാണ രീതികൾ മാറ്റണം, പ്രീ ഫാബ്രിക്കേറ്റഡ് ടെക്നോളജിയിലേക്ക് മാറണം എന്നൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മുടെ ഭരണകൂടം ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയിലേക്ക് പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പോയിട്ടില്ല എന്ന് തന്നെ വിചാരിക്കാം. അതാണ് നമ്മുടെ അനുഭവം. പക്ഷെ നമ്മളും ഇതൊക്കെ മറന്നു പോകുന്നുണ്ട്. നമ്മൾ സാധാരണ മനുഷ്യന്മാർ എന്നുള്ള നിലയിൽ, സമൂഹം എന്നുള്ള നിലയിൽ നമ്മളും ഇതൊക്കെ മറന്നുകൊണ്ട് ഈ ദുരന്തത്തിൻ്റെ ഒരു ആഘാതം പെട്ടെന്ന് മറന്നുകൊണ്ട് സാധാരണ ഒരു ജീവിതത്തിലേക്ക്, നമ്മളുടെ ആവശ്യത്തിനും അനാവശ്യത്തിനും ആഡംബരത്തിനും ഒക്കെ
ഈ ഈ ദുരന്തത്തിനിരയാവുന്ന മനുഷ്യരുടെ ചുറ്റുപാടുമുള്ള പ്രകൃതി വിഭവങ്ങളെ നമ്മൾ അമിതമായി ചൂഷണം ചെയ്യുകയും അതിൻ്റെ സൗകര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നവരായി നമ്മളും മാറുന്നതിൻ്റെ ഒരു ഫലം കൂടിയല്ലേ ഇത്? ഒരു ഈ ദുരന്തങ്ങളെ കുറിച്ചും അതേപോലെ ഈ പാൻഡമിക് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങളിൽ ഒരു കോമൺ പാറ്റേൺ, അതൊരു സൈക്കോളജിക്കൽ ഒരു സ്റ്റഡിയാണ്. കോമൺ പാറ്റേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വല്ലാതെ ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ കോവിഡ് പോലത്തെ ഒരു പാൻഡമിക് വന്ന് കുറെ കാലം നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ദുരന്തം അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് കൂടുതലും കുറെ കൂടെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. മനുഷ്യന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു സവിശേഷതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് വലിയ ഞെട്ടലൊന്നും ഇല്ല. കാരണം നമ്മൾ ഒരു വലിയ ദുരന്തം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ സെൻസിബിൾ ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും. കുറെ ആൾക്കാർ സ്വീകരിക്കും ഇതൊക്കെ, പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറെ കൂടെ താങ്കൾ പറഞ്ഞ രീതിയിലുള്ള കുറെ ജീവിത രീതിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മൾ മനുഷ്യരെന്ന നിലയ്ക്ക് എപ്പോഴും ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ കുറച്ചൊരു കൂട്ടായ്മ, കുറച്ചു പേരാണെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെയോ ഒരു ഉന്നമനത്തിനോ അല്ലെങ്കിൽ അവർ കൂടുതൽ റിസോഴ്സസ് എടുത്ത് ജീവിക്കാനോ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൊക്കെ തന്നെയായിരിക്കും കഴിയുന്നത്. പക്ഷെ സർക്കാരുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദുരന്തം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റിപ്പോർട്ട്, അതായത് ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ടാണ്, എല്ലാ വേൾഡ് ബാങ്ക് അടക്കമുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ കേരളം എങ്ങനെയായിരിക്കണം കേരളത്തിന് മുമ്പോട്ട് നോക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അവർ വരച്ചു കാണിക്കുന്നുണ്ട്. അതിലാണ് ഈ റെസീലിയൻസ് ഉണ്ടാവേണ്ടതിനെ കുറിച്ച്, നമ്മൾ ജലം സംരക്ഷിച്ച് ഇതിനെക്കുറിച്ച്, വീടുകൾ എങ്ങനെയായിരിക്കണം കുറെ കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വീടുകൾ, സെറ്റിൽമെന്റ്സും ഹാബിറ്റാറ്റ്സും വേണമെന്നതിനെ കുറിച്ച്, റൂം ഫോർ ദ റിവർ അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറെ സജഷൻസ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം അവള് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, കേരളത്തിൽ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ, പരിസ്ഥിതിയെ കഴിയുന്നത് നശിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു വികസന അപ്രോച്ചാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഇത് 2018-ലാണ്. ഞാൻ പൊളിറ്റിക്സ് പറയുകയല്ല, രാഷ്ട്രീയം നമ്മൾ എടുത്തു പറയുന്നതല്ല. അത് ഈ മുഖ്യമന്ത്രി ആയാലും വേറൊരു മുഖ്യമന്ത്രി ആണെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടി വരുന്നതാണ്. പക്ഷെ അതിനുശേഷം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന്റെ എന്ത് സംഭവം വന്നാലും അതിനെ ചോദ്യം ചെയ്യുന്നത് പരിസ്ഥിതി പ്രവർത്തകരോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരോ ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലത്തെ വരും. കാരണം ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അത്തരത്തിലുള്ള എല്ലാ ദുരന്തം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കേരളയിൽ അടക്കമുള്ള പദ്ധതികൾ വന്നപ്പോൾ പരിഷത്ത് അടക്കമുള്ളവരത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോ അത് വെറും കേവല പരിസ്ഥിതിക്കാരൊന്നും അല്ലല്ലോ ഈ പരിഷത്ത് എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ കാണാറില്ല എന്നുള്ളതാണ്. അപ്പോ ഈ ചോദ്യം ചെയ്തപ്പോഴെല്ലാം ഈ നമ്മുടെ ഭരണ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ള റെസ്പോൺസ് എന്താണ്? പരിസ്ഥിതിക്കാരെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, ഡിറൈഡ് ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായിട്ട് പറയുകയും, ഇനി എന്ത് പരിസ്ഥിതി എതിർപ്പുണ്ടായാലും നമ്മൾ നടപ്പാക്കിയിരിക്കുമെന്ന് പറയും. പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് സംഭവിച്ചാലും അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ നടപ്പാക്കിയിരിക്കും എന്ന് ക്ലെയിം ചെയ്യുകയും, ഇപ്പൊ വന്ന് സാമ്പത്തികമായ തകർച്ച ഉണ്ടായാൽ പോലും ഞങ്ങൾ അതിനെ തരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വളരെ ദൂർത്ത് ആയിട്ട് അങ്ങനെ ഈ ദൂർത്ത് എന്ന് പറയുമ്പോൾ സാമ്പത്തിക ദൂർത്ത് ഉണ്ടാവുന്ന മിക്ക പദ്ധതികളും പാരിസ്ഥിതികമായിട്ടും കുഴപ്പമുണ്ടാക്കുന്ന പദ്ധതികളായിരിക്കും എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കും. ഒരു ജനറൽ ട്രെൻഡ് എന്ന നിലയ്ക്ക്. അപ്പോ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. 2018 PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് ഉണ്ടായി. അതിൽ നിന്നും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഉണ്ടായി. അത് കഴിഞ്ഞ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോജക്ട് RKDP എന്ന് പറഞ്ഞൊരു പ്രോജക്ട് ഡോക്യുമെന്റ് ഉണ്ടായി. ഇതിലൊരു ചലനമുണ്ട്. നമ്മൾ ആദ്യം ഒരു മൂവ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. അത് PDNA ഉണ്ടാവുമ്പോഴത്തേക്കും കുറെ കൂടെ എൻവയറമെന്റലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റും, RKDP-യിലേക്കൊക്കെ പോയപ്പോഴത്തേക്കും കേരളയിൽ അടക്കമുള്ളത് വന്നാലേ പരിസ്ഥിതിക്ക് കേരളത്തിന്റെ വികസനം ശരിയാവുള്ളൂ എന്ന് പറയുന്ന തരത്തിൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം എഴുതി വെക്കുകയും ഒടുവിൽ ഇത് കുറെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നടത്തുന്ന ഒരു പദ്ധതിയായിട്ട് മാത്രം മാറുകയും
ഇപ്പൊ റിവർ മാനേജ്മെന്റ് കമ്മിറ്റീസ് ഉണ്ട്. റിവർ മാനേജ്മെന്റിന് വേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. പക്ഷെ ഹരിത കേരള മിഷൻ വഴിയും അല്ലാതെയും ഒക്കെ കുറെ വർക്ക് ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ജനങ്ങൾക്ക് ഒരു പെർസീവ്ഡ് ചേഞ്ച് ഇൻ ദെയർ ലൈഫ്സ്, അത് ആ മാനേജ്മെന്റ് ആയിട്ട് മാത്രമല്ല, അവർക്കൊരു റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം എന്റെ മുകളിൽ ഒരു സർക്കാരായിട്ടുണ്ട് എന്ന് കാണുന്ന രീതിയിലൊരു മാറ്റം വരണമല്ലോ. അത്തരത്തിൽ ഒന്നും കണ്ടിട്ടില്ല. റൂം ഫോർ ദ റിവർ ഒക്കെ തന്നെ ഇപ്പൊ ഉപേക്ഷിച്ച മട്ടാണ്, ടോട്ടലി വിട്ട മട്ടാണ്. ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ തിരുവനന്തപുരം നല്ലപോലെ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലമായി ചിത്രീകരിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആ ഫെയിലിയർ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും? ഒറ്റതേ ഉള്ളൂ. എന്തിനാണോ ശരിക്കും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത്, ഇന്ന് അതല്ല ഫോക്കസ് എന്നുള്ളത്. ഭരിക്കുന്ന ഒരാൾക്കും, അത് ബ്യൂറോക്രസി അടക്കമുള്ളവർക്ക്, ഇന്ന് എങ്ങനെയും കേരളത്തിനെ ഈ വികസനം എന്ന് പറയുന്ന, അതായത് ഞാൻ അതിനെ കാണുന്നത് വികസനം എന്നല്ല, കുറെ കൂടെ ആരോഗ്യത്തോടെ, കുറെ കൂടെ സുരക്ഷിതമായിട്ട്, കുറെ കൂടെ നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്നതും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നതാണ് അതിനെ നമുക്ക് വികസനത്തിന്റെ ചില പാരാമീറ്റേഴ്സ് ആയിട്ട് കാണുക. കുറെ റോഡുകൾ ഉണ്ടായി, കുറെ ബോർഡുകൾ ഉണ്ടായി, കുറെ വണ്ടികൾ കൂടുതൽ ഓടി, കുറെ കൂടെ പുകയുണ്ടായി, കുറെ കൂടെ പൊല്യൂഷൻ ഉണ്ടായി എന്നുള്ളതല്ലല്ലോ വികസനം എന്ന് പറയുന്നത്. അത്തരത്തില് ഒരു സ്ക്യൂഡ്, വൾഗർ, അശ്ലീലമായിട്ടുള്ള ഒരു വികസന സങ്കല്പത്തിന്റെ വക്താക്കളായിട്ടും അതിന്റെ ഉപജ്ഞാതാക്കളായിട്ടും അത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ലീഡേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിന്റെ ഗവൺമെന്റ്. മാത്രമല്ല, പലപ്പോഴും അപ്പോസിഷനിലുള്ള ആൾക്കാർക്ക് വരെ ഈ കോംപ്ലക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് വികസിച്ചില്ലെങ്കിൽ, ഈ രീതിയിൽ വികസിച്ചില്ലെങ്കിൽ എവിടെ വിട്ടുപോകുന്നത്. അതിന്റെ ഇമ്പാക്റ്റ് ആണ് പല ദുരന്തങ്ങൾ നമ്മൾ കാണുന്നത്. ഞാൻ ഈ സ്പെസിഫിക് കേസിലല്ല പറയുന്നത്, പക്ഷെ ഈ സ്പെസിഫിക് കേസിൽ പോലും ഇത്രയും ആൾക്കാർ മരിക്കാൻ കാരണം ഒരിക്കലും അവിടെ തങ്ങാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് ഒരുപാട് പേര് കയറി താമസിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം. ടൂറിസം ഇൻഡസ്ട്രിയും അവിടെ വല്ലാതെ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യം. അതുകൊണ്ടാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ലാൻഡ് സ്ലൈഡിന്റെ ആഘാതം, ഇമ്പാക്ട്, മരണങ്ങൾ ഇത്രയൊക്കെ കൂടാൻ കാരണം അതുമുണ്ട് എന്നുള്ളതാണ് സത്യം. സിമ്പിളാണ്. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇങ്ങനൊരു ദുരന്തമുള്ള സ്ഥലത്ത് എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് തുറന്ന് ടവർ ഒരു ടണൽ റോഡ് ഉണ്ടാക്കാൻ പറ്റുക? ഒരു സെൻസിനും വരില്ല. പരിസ്ഥിതിയുടെ ഇമ്പാക്ട് അസസ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫെയിൽ ചെയ്യും. പക്ഷെ അവിടെ പോലും ആവശ്യത്തിന് സ്വാധീനങ്ങൾ ചെലുത്തി എല്ലാ അത്തരത്തിലുള്ള ബോഡികളെയും, വൈൽഡ് ലൈഫ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട്, സ്റ്റേറ്റ് എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഏജൻസീസ് ഉണ്ട്. ഇതിനെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു സിംഗിൾ ട്രാക്കിൽ ഡെവലപ്മെന്റ് ഇങ്ങനത്തെ മതി എന്ന് പറയുകയും പാരിസ്ഥിതികമായിട്ട് നമ്മൾ നിലനിൽക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ സമ്പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാരഡൈമിന്റെ, ഒരു പരിപ്രേക്ഷ്യത്തിന്റെ ഓണേഴ്സ് ആണ് ഈ, അല്ലെങ്കിൽ വക്താക്കളാണ് ഇന്ന് ഭരിക്കുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഒരു ഡിസാസ്റ്റർ. റൈറ്റ്. ഞാൻ കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു പരിസരത്തിലേക്ക് ഒന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ശ്രീധർ രാധാകൃഷ്ണൻ, നമ്മൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക, ഇതിനെക്കുറിച്ചൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്താ പറയുക ഓർമ്മപ്പെടുത്തൽ ഉണ്ടാക്കുക, ഇത്തരം പണികളൊക്കെ നടക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ 2018 2019 ഉണ്ടായി, അതിന് ശേഷമുള്ള വർഷങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള പ്രയാസങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മൾ അഭിമുഖീകരിച്ചു. പക്ഷേ അപ്പോൾ പോലും നമ്മൾ ഇതിനെക്കുറിച്ച് നിരന്തരമായ ആളുകളെ ബോധവൽക്കരിക്കുകയോ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയോ, ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം, എപ്പോൾ ഇവാക്വേഷൻ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവാക്വേറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഗവൺമെൻറ്റിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, മീഡിയ അടക്കം, നമ്മളെപ്പോലുള്ള ആളുകളടക്കം അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലേക്കൊക്കെ നമ്മൾ അടിയന്തരമായിട്ട് കടക്കേണ്ട ഒരു ഘട്ടം എത്തിയെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വയനാട്ടിലെ ഈ വലിയ ദുരന്തം. ഇതില് എന്താണ്, നമ്മൾ ഈ പ്രഖ്യാപനങ്ങളിലാണ് ഇരിക്കുന്നത്. ഇപ്പോ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്, സമ്മതിച്ചു. അവർക്കൊരു ആക്ട് ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഓൾ എൻകംപാസിംഗ് ആണ്, ഒരു അംബ്രല്ല ആക്ട് ആണ്. വേറെ ഏതൊരു നിയമവും ഇതിന്റെ കീഴിൽ വരുള്ളൂ എന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ സർക്കാർ എന്തെങ്കിലും പ്രത്യേകിച്ച് തീരുമാനിക്കണമെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ആക്ട് ചെയ്യാം. ഒരാള് വീടിൽ നിന്ന് മാറില്ല എന്ന് പറയുകയാണെങ്കിൽ മാറാൻ വേണ്ടിയുള്ള നടപടികൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ കീഴിൽ എടുക്കാം. അത്തരത്തിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പൊ അതിനെ നമ്മൾ സ്റ്റേറ്റ് ഒരു പുതിയ രൂപത്തിൽ അതിനെ ഒരു
ഒരു മിഷൻ ആക്കിയിട്ടുണ്ട്. എന്താണ് കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ മിഷൻ. അഡാപ്റ്റേഷൻ മിഷൻ എന്താ ചെയ്യേണ്ടത്? താങ്കൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ കീഴിൽ ഒരു റെസിലിയൻസ് ഓഫീസർ ഉണ്ട്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസിയുടെ ആള് തന്നെയാണ് ഇപ്പൊ റെസിലിയൻസ് ഓഫീസർ. അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് കുറച്ച് റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത്, അപ്പൊ അതേസമയം ഇപ്പൊ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാലോ, അത് ജംഷഡിനൊക്കെ എന്നെക്കാളും നന്നായിട്ട് അത് പറയാൻ കഴിയും, കാരണം ഡെയിലി ബേസിസിൽ നോക്കുന്നവരാണ്. ഞാൻ അങ്ങനെ അല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ ഫ്ലഡ് മാപ്സ് ഉണ്ടാവാം, റിസ്ക് മറ്റേ ഫ്ലഡ് നമ്മുടെ ലാൻഡ് സ്ലൈഡ് മാപ്സ് ഉണ്ടാവാം, എവിടെയൊക്കെ ലാൻഡ് സ്ലൈഡിന്റെ പ്രോൺസ് ഏരിയാസ് ഉണ്ടാവാം. ഈ മാപ്പുകളെല്ലാം ഉണ്ടാവും. എന്റെ ചോദ്യം ഒന്നേ ഉള്ളൂ, താങ്കൾ ചോദിച്ച ചോദ്യമായിട്ട് റിഫ്ലക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ, ഒരു കുന്നിന്റെ മുകളിൽ വീഴാൻ സാധ്യതയുള്ള ഒരു കുന്നിന്റെ മുകളിൽ താമസിക്കുന്ന എനിക്ക് ഈ ഡേറ്റയുമായിട്ട് എന്ത് ബന്ധം? ഞാൻ ജീവിക്കുന്ന പ്രദേശം ഒരു ഹൈ റിസ്ക് സോണാണ്, ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണുമാണ് എന്ന് വിചാരിക്കും. ഇത് രണ്ടും ഞാൻ എങ്ങനെയാണ് അറിയുക? അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് നടപടികളാണ്, എന്ത് രീതിയിലാണ് അവിടെ കഴിയേണ്ടത്, എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്, എന്ത് പ്രിപ്പറേഷൻ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സെൻസിറ്റൈസേഷൻ എനിക്കുണ്ടായിട്ടുണ്ടോ? എനിക്കറിയാമോ? ഒരു വാർണിംഗ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാമോ? അപ്പോ സ്റ്റേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഏറ്റവും താഴെയുള്ള ജനത്തിന് ഇതുമായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഒരു ബന്ധമുണ്ടാക്കല്, ഒരു അവയർനെസ് എന്ന് നിങ്ങൾക്ക് പറയാം, ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് ഞാൻ വിളിക്കും, ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രണ്ട്, ഒരു പ്രദേശം, അത് പഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് ആയിക്കോട്ടെ, ഏത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എടുത്താലും, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻസ് എടുത്താലും, സ്റ്റേറ്റ് തന്നെ എടുത്താലും, കേരളം ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ആണെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് എതിർക്കാം, സമ്മതിച്ചു. പക്ഷെ സ്റ്റേറ്റ് ഒരു ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ ആണെന്നുള്ള അറിവും ബോധവും നമുക്കുണ്ടാവണ്ടേ? ഒരു റിപ്പോർട്ടിൽ വന്നു, അതിന് കുറെ സ്റ്റിപ്പുലേഷൻസ് വന്നു, നമുക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ തള്ളിക്കളഞ്ഞു. അസംബ്ലി ആണല്ലോ തള്ളിക്കളയുന്നത്. കേരള സ്റ്റേറ്റ് അസംബ്ലി ഒരുമിച്ച് കൂടിയിട്ട് എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്നിട്ടാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നത് തള്ളിക്കളയുന്നത്, റിജക്ട് ചെയ്തു. അതിലൊരാൾ മാത്രമാണ് അന്ന് വിപ്പുണ്ടായിട്ട് പോലും എനിക്ക് തോന്നുന്നു ഇറങ്ങിപ്പോയത്. അതായത് ഈ തള്ളിക്കളയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് പി.ടി. തോമസ് മാത്രമാണ് അന്ന് ഇറങ്ങിപ്പോയത്. പാവം, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ വേറെ ഒരാൾക്കും ഈ സ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു റെജീം നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിന്റെ ഇംപ്ലിമെന്റേഷൻ നല്ലതായിരിക്കും എന്ന് ആർക്കും തോന്നിയില്ല. അത് നമുക്ക് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാമായിരുന്നു, സെൻസിറ്റീവ് ആയിട്ട് ഒരാളെയും ബാധിക്കാത്ത രീതിയിൽ, എന്നാൽ പരിസ്ഥിതി നടക്കുന്നത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ തള്ളി. ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാനിങ്, ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള പ്ലാനിങ്, കാലാവസ്ഥയെ അതിജീവിക്കുന്ന തരത്തിലുള്ള പ്ലാനിങ് ഏത് തട്ടില് ഏത് നടക്കുന്നത്? നമുക്ക് ഏജൻസീസ് ഉണ്ട്, എൻവയറൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പലതരം ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് ഉണ്ട്. പക്ഷെ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പറയും കാർബൺ ന്യൂട്രൽ ചെയ്തില്ലേ? കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത് നെറ്റ് സീറോ ആക്കാനായിട്ടുള്ള ഒരു നാഷണൽ ഗോളിന്റെ അല്ലെങ്കിൽ ഗ്ലോബൽ ഗോളിന്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന ഒരു ഗോളാണ്. ശരിയാണ്, ആ കാർബൺ നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇമ്പാക്ടുകൾ ഗ്ലോബലി ഒരു 10-100 വർഷം കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണെങ്കിൽ പറയാം. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെ ആൾക്കാരെ റെസിലിയന്റ് ആക്കുന്ന പ്രോസസ് എവിടെയാണ്? അത് മനുഷ്യനെ മാത്രം റെസിലിയന്റ് ആക്കിയാൽ പോരാ, നമ്മളുടെ മണ്ണിനെയും നമ്മളുടെ ഇക്കോസിസ്റ്റംസിനെയും റെസിലിയന്റ് ആക്കും. അപ്പോൾ അത്തരത്തിലൊരു ഇക്കോ റെസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എവിടെയാണുള്ളത്? കേരളത്തിന് ഒരിടത്തും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല. ഏർലി വാർണിംഗ് സിസ്റ്റംസ്, അതിനുള്ള എൻഹാൻസ്ഡ് മോണിറ്ററിംഗ് വേണം. നേരത്തെ ജംഷഡ് പറഞ്ഞതുപോലത്തെ കുറെ പ്രോസസ്സുകൾ വേണം. അതിനുള്ളൊരു പബ്ലിക് അവയർനെസ് കൊടുക്കണം, എന്നാൽ മാത്രമേ അത് ഫങ്ഷൻ ചെയ്യുള്ളൂ. അത് ഇല്ല. ലാൻഡ് യൂസ് പോളിസി എന്ന് പറയുന്നത് കേരളത്തിന് അനിവാര്യമായ കാര്യമാണ്. എത്രയോ വർഷം, അതായത് 2010 9, 10, 11 സമയത്താണ് കേരളത്തിലെ ലാൻഡ് യൂസ് പോളിസി ഉണ്ടാക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റിയുമായിട്ട് നമ്മളൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഒരു ഡോക്യുമെന്റ് ഉണ്ടായി. പക്ഷെ സർക്കാരിന്റെ കയ്യിൽ പോയപ്പോഴത്തേക്കും സർക്കാരിന് മുട്ടടി. ആ ലാൻഡ് യൂസ് പോളിസി ഇന്നും എവിടെയോ കിടന്ന് ഡ്രാഫ്റ്റ് ആയിട്ട് കിടന്ന് ദ്രവിക്കുന്നു. യു ഗെറ്റ് മൈ പോയിന്റ്. അപ്പോ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പോട്ടെ, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എടുത്ത് നടപ്പാക്കണം, കേരളത്തിന് ഒരു ലാൻഡ് യൂസ് പോളിസി ആവശ്യമാണ്. അപ്പോൾ അടുത്ത റിപ്പോർട്ട് സ്റ്റേറ്റ് അത് ആ റിപ്പോർട്ടിനെ എടുത്ത് റീബിൽഡ് കേരള റിപ്പോർട്ട് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം എടുത്തൊക്കെ കളഞ്ഞു. സൗകര്യമാണ്.
പൂർവ്വം എടുത്തങ്ങ് കളഞ്ഞു. അപ്പോൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഗവൺമെന്റിനെ, ഒരു ലോക്കൽ ഗവൺമെന്റിനെ ഈ ഡിസാസ്റ്റർ വരുമ്പോഴത്തേക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഒരു സീരിയസ് എംപവർമെന്റ്. അത് ഒരു സ്കിൽ എംപവർമെന്റ് മാത്രമല്ല, ഫിസിക്കൽ റിസോഴ്സസിന്റെ എംപവർമെന്റ് വേണം. എന്തൊക്കെ എക്യുപ്മെന്റ്സ് എവിടെയൊക്കെ എടുത്ത് എങ്ങനെ രീതിയിൽ ഉപയോഗിക്കണം, അതിനുള്ള ട്രെയിൻഡ് ആൾക്കാർ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഡിസാസ്റ്റർ റെസ്പോൺസ് കാണുന്നുണ്ട് ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഡിസാസ്റ്റർ ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ളത് ഇല്ല എന്നുള്ളത്. പിന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്, ജംഷീദ് ഞാനുമായിട്ട് യോജിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. റിസർച്ച് എന്ന് പറയുന്നത് ഡേറ്റ ആവശ്യമാണ്. എല്ലാ പ്രദേശത്തെ കുറിച്ചുള്ള ഡേറ്റ ആവശ്യമാണ്. കഴിയുമെങ്കിൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് വെച്ചിട്ടൊരു ഫീഡ്ബാക്ക്. കാരണം ഇവർ ചെയ്യുന്ന പ്രവർത്തനം, അത് ഞാൻ ഹ്യൂംസിന്റെ പ്രവർത്തനവും ഡോക്ടർ അഭിലാഷിന്റെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡോക്ടർ അഭിലാഷ് ആ മെറ്റ്ലാബിൽ നടത്തുന്ന പ്രവർത്തനമൊക്കെ ഞങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. കാരണം അങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ കർഷകർക്ക് ഒരു നൗകാസ്റ്റിംഗ് മോഡൽ ബിൽഡ് ചെയ്ത് തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയിൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, വളരെ ക്രിട്ടിക്കലാണ് ഈ ഡേറ്റ. പക്ഷെ നമുക്ക് ഇവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഡേറ്റ ആവശ്യം. കാരണം എത്ര പെയ്തു എന്നുള്ളതിന്റെ അസസ്മെന്റ് വേണം. അപ്പോൾ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ അത്തരത്തിലെ വെതർ സ്റ്റേഷൻസ് ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ളത് നമ്മൾ മുഴുവനായിട്ട് നടപ്പാക്കും. പക്ഷേ അങ്ങനെ നടപ്പാക്കി ഒരു റെസീലിയൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലും ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വെറുതെ പ്രസ്താവനകൾ ഇറക്കി ബാനർ അടിച്ച് ഈ ഇൻകിലാബ് വിളിച്ച് അവസാനിക്കുകയാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനമായിട്ട് ജംഷാദ്, ഇതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പലതരത്തിലുള്ള, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകളെ കുറിച്ചിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം വസ്തുതയുണ്ട് ഇല്ല എന്നൊന്നും നമുക്കറിയില്ല. അടുത്ത മാസം 4-5 തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്ക് കേരളത്തിൽ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അടുത്ത മാസം തുടർച്ചയായി ഇത്തരം തീവ്ര മഴയുടെ സാധ്യത പ്രവചിക്കുന്ന ചില പോസ്റ്റുകൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ജംഷീദിന് തോന്നുന്നത്? നമ്മളിപ്പോൾ ഈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു, അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ദിവസങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വരും ദിവസങ്ങളിലും നമ്മൾ കൂടുതൽ കരുതലോടെ, കൂടുതൽ ജാഗ്രതയോടുകൂടെ, കൂടുതൽ തയ്യാറെടുപ്പുകളോടുകൂടെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നാണോ ജംഷീദിന് തോന്നുന്നത്? ഞാൻ പോഡ്കാസ്റ്റിലേക്ക്, അതായത് കാലാവസ്ഥ പ്രോജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീധർ സാറ് പറഞ്ഞ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒന്ന് സാറ് പറഞ്ഞത്, നമ്മുടെ നാട്ടില് അതായത് പ്രത്യേകിച്ച് നമ്മുടെ പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന ആളുകളുടെ ഇടയിൽ, നമ്മുടെ MLA-മാരുടെ ഇടയിൽ ക്ലൈമറ്റ് അവയർനെസ് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ച് അത് 5 വർഷം ഭരണം കിട്ടുന്ന ഒരു കക്ഷി റോഡ് വികസിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ വികസനം കൊണ്ടുവരുന്നു, നഗരാസൂത്രണം കൊണ്ടുവരികയാണ്. പക്ഷെ അപ്പം നമ്മൾ അവിടെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഇവാലുവേഷൻ അവിടെ നടക്കുന്നില്ല. അതായത് ഉദാഹരണത്തിന് ഒരു നഗരത്തിൽ വികസിപ്പിക്കുന്ന സമയത്ത് ഒരു 20 സെന്റിമീറ്റർ മഴ ഒരു ദിവസം പെയ്താൽ, അതാണ് നമ്മുടെ എക്സ്ട്രീം റെയിൻഫാൾ, അങ്ങനെ ഒരു ദിവസം പെയ്തു കഴിഞ്ഞാൽ ആ മഴവെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ആ നഗരത്തിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിന് വേണം. അങ്ങനെ ഒരു നഗരാസൂത്രണത്തിലൂടെ നഗരം ഉണ്ടാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നഗരങ്ങളിലൊക്കെ ഒരു ദിവസം മഴ പെയ്യുമ്പോഴേക്ക് വെള്ളം കിട്ടുന്നത്. കാരണം മുമ്പ് പെയ്തതിനേക്കാൾ കൂടുതൽ ഇരട്ടിയിലധികം മഴയാണ് ഇപ്പം പെയ്യുന്നത്. അതുപോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സാറ് പറഞ്ഞതുപോലെ ഞങ്ങൾ തുടക്കം മുതലേ സർക്കാർ തലത്തിലും മറ്റുമൊക്കെ ചർച്ച വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, വാർഡ് തലത്തിൽ, അതായത് ഓരോ വാർഡുകളിലും ഓരോ കൗൺസിലുകളിലും നിന്ന് വേണം കാലാവസ്ഥ നിരീക്ഷണവും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള കാര്യങ്ങളും ജനങ്ങളെ പഠിപ്പിക്കാൻ. അതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു പഞ്ചായത്തിൽ ഒരു 5-8 സ്ഥലങ്ങളിൽ ഒരു മഴ മാപിനികൾ വെക്കാം. അതിന് വളരെ കുറഞ്ഞ മാനുവൽ ആണെങ്കിൽ വളരെ കുറച്ച് പൈസയേ വരുള്ളൂ, 100-400 രൂപ വെച്ചാൽ ഒരു മഴമാവിനിയായി. പക്ഷെ അത് മോണിറ്റർ ചെയ്യാനും അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും, അങ്ങനെ ഇത്ര ഒരു പരിധിയിലധികം മഴ തുടർച്ചയായിട്ട് കിട്ടുകയാണെങ്കിൽ അവിടുത്തെ അതായത് പരിസ്ഥിതി ലോല പ്രദേശം ഏതാണോ അവിടെയുള്ള ആളുകൾക്ക് തൽക്കാലം ആരുടെയും മുന്നറിയിപ്പ് വേണ്ട, സർക്കാരിന്റെയോ ഏജൻസികളുടെയോ ഒന്നും മുന്നറിയിപ്പില്ലാതെ അവിടുത്തെ ആളുകൾക്ക് തന്നെ സ്വയം ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുക, മഴ കുറഞ്ഞതിനു ശേഷം തിരിച്ചു വരിക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കേണ്ടി വരും. അങ്ങനെ നടപ്പാക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് കൂടുതൽ ജനകീയമാകുന്നത്. ഇതിന് ആദ്യം വേണ്ടത് ജനങ്ങളെ ഈ സംഭവങ്ങൾ അവയർനെസ് ആക്കുക എന്നുള്ളത്. അത് നമ്മളെ പോലുള്ള ആളുകൾ അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായ അവയർനെസ് പ്രോഗ്രാമുകൾ തുടങ്ങി വളരെ നല്ല രീതിയിൽ അത് ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുക.
ഇങ്ങനെ ജനങ്ങൾ കാലാവസ്ഥയെക്കുറിച്ചും വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും അവെയർ ആവുന്നതോടുകൂടെ ജനങ്ങളിൽ നിന്ന് പൊളിറ്റീഷ്യൻസിന് പ്രഷർ ഉണ്ടാവും. ഇങ്ങനെ പ്രഷർ ഉണ്ടായി കഴിഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് ഇത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കാത്തവർക്ക് നിലനിൽപ്പില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നു കഴിഞ്ഞാൽ മാത്രമേ പൊളിറ്റീഷ്യൻസ് ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഏറ്റവും വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണെന്നൊക്കെ പറയുന്ന കേരളത്തില് നമുക്കിപ്പോഴും ഒരു പരിസ്ഥിതി വകുപ്പ് പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചോ പരിസ്ഥിതിയെക്കുറിച്ചോ പൂർണ്ണ വകുപ്പിന് ഒരു വകുപ്പ് നമുക്കില്ല. അതേസമയം നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. അവിടുത്തെ അവസ്ഥ എന്താണ്, വിദ്യാഭ്യാസ നിലവാരം എന്താണ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അവിടെ പോലും ഒരു പരിസ്ഥിതി അതേപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരു മിനിസ്റ്റർ ഉണ്ട്. അവര് അവിടുത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു. എന്തുകൊണ്ട് അവർ ആ രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മുടെ ഒഡീഷയില് ആളുകൾ ഒരു ചുഴലിക്കാറ്റ് സ്ഥിരമായിട്ട് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വന്നു കയറുന്ന ഒരു സ്ഥലമാണ്. ഈ ഒഡീഷയിലെ ആളുകൾക്ക് ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചുഴലിക്കാറ്റ് 2 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ സ്വമേധയാ ഒഴിഞ്ഞു പോവുകയാണ്. എന്നിട്ട് അവര് പിന്നെ എന്ത് ചെയ്യും, കാലികളെയൊക്കെ കെട്ടഴിച്ച് വിട്ട് പോയി തിരിച്ച് അത് കഴിഞ്ഞ് വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഒഡീഷയിൽ മുമ്പ് 10,000-കണക്കിന് ആളുകൾ ചുഴലിക്കാറ്റിൽ മരിച്ചുകൊണ്ടിരുന്ന ഒഡീഷയിൽ ഇപ്പോൾ 4 3 അതിൽ കുറവോ ആളുകളാണ് ഒരു ചുഴലിക്കാറ്റ് വരുമ്പോൾ മരിക്കുന്നത്. അത് ഈ ജനങ്ങളുടെ പിന്നെ ഒരു അവയർനെസ് ആണ്. അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ അത് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അതുപോലെ നമ്മുടെ മലയാളികളും താമസിയാതെ ഇത്തരം കാര്യങ്ങളിൽ പഠിക്കുന്നുള്ളതാണ്. കാരണം മുമ്പ് 2018 പ്രളയം വന്നപ്പോ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങളെ മുത്തച്ഛന്റെ കാലത്ത് പോലും വെള്ളം നമ്മുടെ വീട്ടിലേക്ക് കയറിയിട്ടില്ല, ഈ പടി വരെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആളുകളാണ്. പക്ഷെ പിന്നെ വെള്ളം കയറിയതിനു ശേഷം അവരെ എയർലിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അത് അത്തരത്തിലുള്ള ബോധ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് അതൊരു അവയർനെസ് കിട്ടുന്നവരും മാറുന്ന ഒരു വിഷയമാണ്. പിന്നെ ഇതൊരു നമ്മുടെ സാമാജികർക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ നിയമസഭയിൽ റോക്സി മാത്യു എന്ന് പറയുന്ന ഒരു മലയാളി സയന്റിസ്റ്റ് ഉണ്ട്, കോട്ടയത്തുകാരനാണ്. അയാള് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വളരെ ക്ലാസ്സുകളിലും കാര്യങ്ങളും പങ്കെടുക്കുന്നതാണ്. അദ്ദേഹം ഒരു തവണ ക്ലാസ് എടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് വളരെ നല്ല രീതിയിൽ നിയമസഭാ സാമാജികർക്ക് വേണ്ടി ക്ലാസ് എടുത്തിരുന്നു. അങ്ങനെ അവരെയും ഈ ബോധ്യപ്പെടുത്താതെ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കേരളത്തില് ഈ ക്ലൈമറ്റ് അവയർനെസ് അതേപോലെ ഈ പരിസ്ഥിതി, ഈ 2 കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വളരെ വലിയ വിപത്താണ് നമുക്ക് വരാൻ പോകുന്നത്. കാരണം കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി എന്താണ് എന്നുള്ളത് നമ്മുടെ ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഭരണതലത്തിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റീഷ്യൻസിനോ അറിയില്ല. കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, പടിഞ്ഞാറ് ഭാഗം പൂർണ്ണമായും അറബിക്കടലിന്റെ തീരമാണ്. അതേപോലെ കിഴക്കൻ മേഖല പശ്ചിമ ഘട്ടത്തിലുമാണ്. ഇതിന്റെ ഇടയിൽ ഒരു വളരെ 50 കിലോമീറ്റർ മുതൽ ഏകദേശം ഒരു 80-100ന്റെ ചോടയുള്ള കിലോമീറ്റർ മാക്സിമം വീതിയുള്ളൂ. ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്ത്, ഇത്രയും വീതിയുള്ള സ്ഥലത്ത് 3 തരത്തിലുള്ള കാലാവസ്ഥ അവിടെ വരുന്നുണ്ട്. ഒന്ന് തീരദേശമുണ്ട്, ഇടനാടുണ്ട്, മലയോരമുണ്ട്. അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഒരു ചെറിയ മാറ്റം, ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും അത് വലിയ ഹെവി ആയിട്ട് നമുക്ക് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറും കേരളം. കാരണം കേരളത്തിന്റെ ഈ ഒരു കിടപ്പ്, അതായത് ഒരു 50 കിലോമീറ്റർ വീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് അതൊരു വീതിയേ അല്ല, അതൊരു ചെറിയൊരു നമ്മുടെ വിരലിന് അത്ര പോലും സൈസുള്ള ഒരു ചെറിയ സംഭവമാണ്. ഇതിൽ തന്നെ 3 തരത്തിലുള്ള ഭൂപ്രദേശങ്ങളാണുള്ളത്. അപ്പോ ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ കവളപ്പാറ പോലുള്ള അല്ലെങ്കിൽ ഈ വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഉടനെ എന്ത് ചെയ്യാണ്, അത് ഇടനാട് പ്രദേശങ്ങളിൽ വന്നിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. അതായത് നമ്മുടെ കൊണ്ടോട്ടി ടൗണിൽ പോലും വെള്ളം കയറുന്നു എന്നുള്ളതാണ്. അതേപോലെ തീരദേശമാണെങ്കിൽ കടലെടുക്കുന്നു. കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള തീരദേശങ്ങള് 2050 ആകുമ്പോഴേക്കും കടലെടുക്കുമെന്നും അത് നമ്മുടെ നഗരങ്ങൾക്ക് ഭീഷണിയാണെന്നുള്ള റിപ്പോർട്ട് അന്താരാഷ്ട്ര തലത്തില്, അതായത് അമേരിക്കയുടെ NOAA പോലുള്ള ഏജൻസികളൊക്കെ നൽകി കഴിഞ്ഞു. ലോക കാലാവസ്ഥാ സംഘടന UN നൽകി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോഴും ഒരു ശോഷണം സംരക്ഷിക്കാനുള്ള പദ്ധതികൾ പോലും ആയില്ല എന്ന് വെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ലോകത്ത് മറ്റു രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലും കൂടി നമ്മൾ പരിശോധന. ഇന്തോനേഷ്യയിൽ പിന്നെ അവിടുത്തെ ജക്കാർത്തയിൽ ഉണ്ടായിരുന്ന അവരുടെ ഭരണ സ്ഥിര കേന്ദ്രങ്ങൾ മുഴുവൻ അവര് തീരദേശത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞു. അവരത് ഒരു ഉൾപ്രദേശത്ത്, ഒരു കാട് പോലുള്ള പ്രദേശത്തേക്ക് അവരുടെ ഭരണ തലസ്ഥാനം മാറ്റി അവിടുത്തെ സംവിധാനങ്ങളൊക്കെ മാറ്റാനുള്ള പ്ലാനിങ് ആണ്. കാരണം അവരത് ചെയ്തത് കാരണം ഈ ജക്കാർത്ത കുറച്ച് വർഷം കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലാവുന്നുള്ള റിപ്പോർട്ടാണ്.
പക്ഷെ നമ്മളിപ്പോഴും ചെയ്യേണ്ടത് ഈ തീരത്ത് നിന്ന് നമ്മുടെ നഗരത്തിലുള്ള നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സുകളൊക്കെ നമ്മൾ ഉൾപ്രദേശത്തേക്ക് ഇപ്പോഴേ മാറ്റണം. അവിടെ കുറെ പണം മുടക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലാവസ്ഥയുമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് എങ്ങനെ ബാധിക്കും, എന്തൊക്കെയാണ് ഇത്, അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ, പരിസ്ഥിതി നയം നമുക്കില്ല. അതൊരു വളരെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂനതയാണ് സർക്കാരിന്റെ. അതായത് മുമ്പ് നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ തണ്ണീർത്തടം നികത്തൽ, അതിന്റെ പേരിൽ കുറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അദ്ദേഹത്തിന് എതിരെയും അല്ലാതെയും അനുകൂലിച്ചോ ഒക്കെ ഒരു വിഭാഗം രംഗത്തെത്തിയെങ്കിൽ പോലും ആ തണ്ണീർത്തടം നികത്തൽ നിയമം പിന്നീട് പല സമയങ്ങളിലായി ലംഘിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ വികസനത്തിന് വേണ്ടി അത് ലംഘിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഫ്ലഡായി മാറുന്ന ഒരു സ്ഥിതി വന്നു. അങ്ങനെ ഈ കേരളം ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. അതിന് ഈ താങ്ങാവുന്നതിൽ അധികം എന്ത് ചെയ്ത് നമ്മൾ അതിന്റെ മുകളില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് എന്തായാലും പ്രകൃതി തിരിച്ചടിക്കുന്നുള്ള ഉറപ്പാണ്. അതായത് ഇപ്പം വയനാട്ടില് വളരെ പരിസ്ഥിതി ലോലമായ പ്രദേശങ്ങളിലാണ് ഇപ്പോഴും ഈ റിസോർട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ തന്നെ ഈ റിസോർട്ടിൽ ആളുകളെ ഒഴിപ്പിക്കേണ്ടായിരുന്നത്. അപ്പൊ ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ടാ വെച്ചാൽ അവിടുത്തെ മണ്ണ് എന്താണ്, ആ മണ്ണിന് വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള ശേഷി എങ്ങനെയാണ്, ആ മലക്ക് സ്ലോപ്പ് എത്രയാണ്, അവിടെ റെയിൻഫാൾ എത്രയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ കണക്കുകളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ നഗരത്തില് 3 സ്ഥലത്ത്, അതായത് കോഴിക്കോട് ജില്ല നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ നേരത്തെ കാലാവസ്ഥാ വകുപ്പിന് ഈ മഴമാപിനികൾ ഉണ്ടായിരുന്നത് ഒന്ന് കോഴിക്കോട്, ഒന്ന് കൊയിലാണ്ടി, ഒന്ന് വടകര. ഇത് 3 തീരദേശത്താണ്. ഇവിടെ പെയ്യുന്ന മഴ കണക്ക് വെച്ചിട്ട് നമുക്ക് താമരശ്ശേരിയിൽ ഇത്രയാണ് മഴ പെയ്തെന്നുള്ള കണക്ക് കൂട്ടാൻ പറ്റില്ല. അത് അവിടെ അവധി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴാണ് അത് മാപിനികൾ വെക്കാൻ തുടങ്ങിയത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ പ്രദേശങ്ങളിലാണ് മനുഷ്യന് താമസിക്കാൻ പറ്റാത്തത്. അങ്ങനെ അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇനി ആളുകൾക്ക് താമസിക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് ഒഴുകിപ്പോകും എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതായത് ജപ്പാനില് സ്ഥിരമായി ഭൂചലനം ഉണ്ടാകുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പം ഭൂചലനം ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചതിന് ശേഷം അവരുടെ വീടിന്റെ നിർമ്മാണ രീതി ആ രീതിയിലേക്ക് മാറി. പലകൾ വെച്ചിട്ടുള്ള വീടാണ്. ഭൂചലനത്തിൽ വീട് തകർന്നാൽ പോലും ഒരാൾക്കും പരിക്കേൽക്കാത്ത രീതിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അതുപോലെ നമ്മുടെ നിർമ്മാണ രീതികളും, നമ്മുടെ പുറത്തുനിന്ന് യൂറോപ്പിലൊരു വീട് കണ്ട് അതുപോലെ ഇവിടെ വീട് നിർമ്മിച്ചാല് നമുക്കത് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് ഒരു പരിസ്ഥിതി നയം സംസ്ഥാന സർക്കാരിന് അത്യാവശ്യമാണ്. അത് നടപ്പാക്കാന് വേണ്ട ആർജവങ്ങൾ സർക്കാരിനുണ്ടാവണം. ഇത് മാറി മാറി വരുന്ന സർക്കാരുകൾ എന്ത് ചെയ്യണം, ഇത് ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. അതാണ് നമ്മുടെ ഒരു പ്രതിസന്ധി. കാരണം സർക്കാർ മാറുന്ന സമയത്ത് പരിസ്ഥിതി നയങ്ങളാണെങ്കിൽ അത് മാറിപ്പോവാണ്. അമേരിക്കയിലെ പോലെയല്ല. അമേരിക്കയിലെ ഓരോ സർക്കാരുകൾ മാറുന്ന സമയത്തും അവരുടെ നയങ്ങൾ തുടർച്ചയായി കൊണ്ടുപോകുന്നത് കൊണ്ട് അവർക്ക് അവിടെ പക്ഷെ അതുകൊണ്ട് വികസനം ഇല്ല എന്നും പറയണ്ട. കാരണം കേരളത്തെക്കാൾ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങളിൽ വികസനം ഉണ്ടാവുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ നഗരങ്ങളിലുണ്ട്, അതുപോലെ മലേഷ്യയിലെ നഗരങ്ങളിൽ. അവിടെയൊക്കെ പരിസ്ഥിതി ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. പക്ഷെ ആ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് വികസനങ്ങൾ നടത്തുകയും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂവിനേക്കാൾ ഇരട്ടി റവന്യൂ ഉണ്ടാക്കാനും കഴിയും. പക്ഷെ അതിന് നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു പരിസ്ഥിതി നയം വേണം എന്നുള്ളതാണ്. പിന്നെ അടുത്ത ആഴ്ചത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞാൽ 2 ദിവസം മാത്രമാണ് ശക്തമായ മഴ നമുക്ക് വടക്കൻ കേരളത്തിൽ കിട്ടിയത്. ആ മഴ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം പോലും ഉണ്ടായത്. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മഴയുടെ ഇടവേളകൾ കൂടിയ മഴയാണ് ഉണ്ടാവുക. അതായത് മഴ പെയ്യും, പക്ഷേ മഴ ഇടവേളകൾ കൂടുതലായിരിക്കും വടക്കൻ കേരളത്തിൽ. അതായത് മഴയുടെ സ്വഭാവത്തിലും മാറ്റം വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് തുള്ളിക്കൊരു കുടമായിരുന്നെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊരു സ്പ്രേ ചെയ്യുന്നത് പോലെയുള്ള ചെറിയ മഴയായിരിക്കും, ഇടവേളകൾ കൂടും. ഇനി കുറച്ച് ദിവസത്തേക്ക് മഴയ്ക്കൊരു ഗ്യാപ്പാണ് നമുക്ക് പ്രവചിക്കാൻ കഴിയുക. സെക്കൻഡ് വീക്കിൽ, അതായത് അടുത്ത മാസത്തിലെ 2ാമത്തെ ആഴ്ചയിൽ വീണ്ടും ഒരു 3-4 ദിവസം ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ അത് ഏതൊക്കെ ലൊക്കേഷനിലാണെന്നുള്ളത് നമുക്ക് കൂടുതൽ പഠനം നടത്തിയതിനു ശേഷം നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഏറ്റവും പ്രധാനം കേരളത്തിൽ വേണ്ടത് ഇത്തരത്തിലുള്ള ചർച്ചകൾ, മാധ്യമ ശ്രദ്ധകൾ അകലുന്നതോടുകൂടെ പോവുകയും മറ്റൊരു ദുരന്തത്തിന് വേണ്ടി നമ്മൾ വരുന്ന സമയത്ത് മാത്രം ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന ആ സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ കേരളത്തിൽ മനുഷ്യവാസം അസാധ്യമായി തീരുന്ന ഒരു രീതിയിലേക്ക് പോകും. പക്ഷെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അങ്ങനെയില്ല. കാരണം ഒരു സംസ്ഥാനത്തിന്റെ ടോപ്പോഗ്രഫി അഥവാ അതിന്റെ ഭൂഘടന എങ്ങനെയാണ്, അവിടേക്ക് എങ്ങനെയാണ് കാലാവസ്ഥ ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇതേക്കുറിച്ചുള്ള പഠിക്കുന്ന കമ്മിറ്റികൾ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ അത് പിന്നീട് നടപ്പാകാതെ പോവുക എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഇപ്പോ
ഓരോ എല്ലാത്തിനും നമുക്ക് സംവിധാനങ്ങളുണ്ട്. നമുക്ക് മണ്ണ് പരിശോധിക്കാൻ ആളുകളുണ്ട്, കാലാവസ്ഥ പറയാൻ ആളുകളുണ്ട്, എക്സ്പേർട്ടുകൾ സർക്കാർ തലത്തിലുണ്ട്, പുറത്ത് അതിനേക്കാൾ നല്ല ആളുകളുണ്ട്. പക്ഷെ വിദേശ രാജ്യങ്ങൾ, എനിക്കറിയാം കുസാറ്റിൽ നിന്ന് കാലാവസ്ഥ സയന്റിസ്റ്റുകളായി ഇറങ്ങിയ മലയാളികൾ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. ദുബായ് കാലാവസ്ഥ വകുപ്പിലുണ്ട്, ബെൽജിയത്തിലുണ്ട്, അതുപോലെ പിന്നെ ബ്രിട്ടൻ കാലാവസ്ഥ ഏറ്റവും വലിയ ഏജൻസി, അവിടെ പോലും മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മളുമായി പേഴ്സണലായി ബന്ധപ്പെടുന്ന ആളുകളാണ്. ഇവര് പോലും പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങളൊക്കെ അതിന് തയ്യാറാണ്. അതായത് നമ്മുടെ നാടിന് വേണ്ടിയാണല്ലോ, നമുക്ക് വീണ്ടും താമസിക്കേണ്ട സ്ഥലമാണല്ലോ, തയ്യാറാണ്. പക്ഷെ ഇവരെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. കാരണം മലയാളി എന്നുള്ള ഒരു സ്പിരിറ്റ് അത് നമ്മളിപ്പോ ഈ ഏതൊരു കാര്യത്തിൽ, നമ്മളിപ്പോ അർജുന്റെ കാര്യത്തിൽ കണ്ടതാണ്. മലയാളികൾ എന്തും മറക്കും ഒരു കാര്യത്തിന് മുന്നിൽ. ആ നാടിന് വേണ്ടി ഒരു വിഷയം വരുമ്പോൾ മലയാളികൾ എന്തും മറക്കും. ഇപ്പോ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികൾ പോലും വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് അവരെ കൊണ്ടാകുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മലയാളി നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് ഇന്ന കാര്യം വേണം എന്ന് പറയാൻ നമ്മുടെ ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മലയാളി സയന്റിസ്റ്റുകൾ, പരിസ്ഥിതി സയന്റിസ്റ്റുകൾ എല്ലാവരും എന്ത് ചെയ്യും, നമുക്ക് കേരളത്തിന് വേണ്ടി വർക്ക് ചെയ്യും. പക്ഷെ ഒരു പ്ലാനാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നേതൃപാഠം, അതാണ് നമ്മൾ സർക്കാർ തലത്തിൽ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീധർ രാധാകൃഷ്ണനൊപ്പം ജംഷാദ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇത് അവിടെ വയനാട്ടിൽ ദുരന്തഭൂമിയിൽ ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങൾ മലയാളികൾ ഒറ്റ മനസ്സോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ രക്ഷാപ്രവർത്തനം അതിൻ്റെ വേഗതയിൽ നടക്കുകയും അധികം ആളുകളെ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം അവിടുത്തെ പുനരധിവാസം, അവിടെ നിന്ന് ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയപ്പെട്ടു പോയവരുടെ തുടർ ജീവിതം, അതിജീവനം സാധ്യമാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. ഈ ചർച്ച തുടങ്ങി വയ്ക്കുമ്പോൾ ശ്രീധർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള മനുഷ്യരെപ്പോലെ തന്നെയാണ് നമ്മളും എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലാതെ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്ക് യു വെരി മച്ച്.